എല്ലാ ഷീനിൻ്റെ ട്രെയിനേഴ്സിനെയും സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഷീൻ ട്രെയിനർ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാ മാസവും നടത്തി വരുന്ന ഈ ഒരു സെഷൻ നിങ്ങളുടെ ട്രെയിനിങ് കഴിവുകൾ വികസിപ്പിക്കാനും പുതിയ അറിവുകൾ നേടാനും സഹായിക്കുന്നതാണ്. ഈ ഒരു സെഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രെയിനിങ് കരിയറിൽ മുന്നേറാൻ സഹായിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇന്ന് നമ്മുടെ മൊഡ്യൂൾ പ്രസൻറ്റ് ചെയ്യാൻ നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് സുപരിചിതനായ JCI ട്രെയിനർ ഷബാബ് സാറാണ്. റിഫ്ലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ സാറിനെ പരിചയം ഉണ്ടാകും. മാത്രമല്ല സാറിൻ്റെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടാകും എന്ന് ഓർക്കാണ്. അതുപോലെ തന്നെ സാർ എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഷബാബ് സാറിനെ ഏറെ സ്നേഹാദരവുകളോടെ ഷീൻ ഇന്റർനാഷണലിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. Hello. Good evening to all. Assalamu alaikum. Alaikum salam. Thank you. സുഖമെന്ന് വിശ്വസിക്കുന്നു. One second. മാക്സിമം ജോയിൻ ചെയ്ത് ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവോ? സാറേ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിത് ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. ഓക്കെ. ഞാൻ എൻ്റെ സ്ക്രീനൊന്ന് ഷെയർ ചെയ്ത് തുടങ്ങാം. അതിനു മുമ്പേ നമ്മുടെ ഇപ്പൊ ജോയിൻ ചെയ്ത ഇത്രയും പേരിൽ നിന്ന് നമ്മളൊക്കെ പാരൻസ് കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാരൻസ് ആണെങ്കിൽ എത്ര കുട്ടികളുണ്ട് എന്നൊന്ന് ചാറ്റ് ചെയ്യാവോ? ഒന്ന് ടൈപ്പ് ചെയ്യാവോ? പേരും എത്ര കുട്ടികളുണ്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി പ്ലീസ്. യെസ്, താങ്ക് യു. ഒരിക്കൽ കൂടെ ഈ ഒരു ഗ്യാതറിങ്ങിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. എൻ്റെ പേര് ഷബാബ്. നേരത്തെ കുറച്ച് പേർക്കൊക്കെ ചിലപ്പം നമ്മളൊരു ഇൻട്രാക്ഷനിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും, EPS-ലോ അങ്ങനെ ഏതെങ്കിലും പ്രോഗ്രാമിൽ. ഇല്ലെങ്കിൽ ഞാൻ എന്താണ് നിങ്ങളുടെ മുന്നിൽ ഇത് പ്രസന്റ് ചെയ്യാനുള്ള എൻ്റെ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ, ഞാനും ഒരു പാരൻ്റാണ്. എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. ആദ്യത്തെ മോൻ്റെ പേര് ഐദീൻ ഹമീദ് എന്നാണ്. രണ്ടാമത്തെ മോൻ്റെ പേര് ഐബക് സലാം എന്നാണ്. അപ്പോൾ ഇവരെ വളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ പാരൻ്റ് ആണ് എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഒരു പാരന്റിങ് സെഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇതൊരു ഇന്ററാക്റ്റീവ് മോഡിൽ പോകേണ്ട സെഷനാണ്. ഇന്ററാക്റ്റീവ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം, പിന്നെ ചാറ്റ് ചെയ്യേണ്ടടുത്ത് ചാറ്റ് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? ആർ യു റെഡി? ഓക്കെ, താങ്ക് യു. ഷീനിന്റെ മെമ്പേഴ്സിനുള്ളൊരു പ്രത്യേകത, മറ്റ് ഓർഗനൈസേഷന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് ഷീനിനെ വ്യത്യസ്തമാക്കുന്ന പാർട്ടിസിപ്പന്റ് നല്ല ആക്റ്റീവ് ആണെന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി ഞാനൊരു വാചകം ഉണ്ടാക്കുകയല്ല. എൻ്റെ 2 സെഷൻ്റെ അനുഭവത്തിൽ ഫീഡ്ബാക്ക് ആയാലും അതിൻ്റെ ഇടയിലുള്ള ഇൻട്രാക്ഷൻ ആയാലും അമേസിങ്, സൂപ്പറാണ്. എന്താ പറയാ, ചാടി വന്ന് പിന്നെ
അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആള് ഇനി അടുത്തതിൽ പറയാമെന്ന് പറയുന്ന രൂപത്തിലേക്ക് അത്രയ്ക്ക് ആക്റ്റീവാണ്. ഇറ്റ് ഷോസ് അതെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാല് നിങ്ങളുടെ ഈ ഒരു ഇതിനോടുള്ള ഒരു പാഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് അപ്രീഷിയേറ്റ്. അപ്പോ പാരന്റിങ് നമ്മൾ ഈ പാരന്റിങ് ടോപ്പിക് എക്സ്ക്യൂസ് മീ എന്താണ് ഈ പാരന്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ്? ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് പാരന്റിങ് സെഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഏതൊരു സ്കൂളിലെ PTA മീറ്റിംഗ് ആണെങ്കിൽ പോലും അതിന്റെ അല്ലെങ്കിൽ പിന്നെ ഏത് ലെവലിലുള്ള കുട്ടിയുടെ രക്ഷാകർതൃ മീറ്റിങ്ങിന് പോലും ഒരു ഡിസ്കഷൻ, ഒരു അരമണിക്കൂർ ഡിസ്കഷൻ, അതിന്റെ കൂടെ ഒരു പാരന്റിങ് ട്രെയിനർ വന്നിട്ട് പാരന്റിങ് ക്ലാസ് എടുക്കാറുണ്ട്. കുറച്ച് മുന്നേ ഒന്നും ഇങ്ങനെ ഒരു പാരന്റിങ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. എന്താണ് ഈ ഒരു കാലത്ത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ചിന്ത എന്താണ് എന്നൊന്ന് ഷെയർ ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. എന്താണ് ഇതിന്റെ ചിന്ത, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ പാരന്റിങ് ഇങ്ങനെ കൂടുതൽ സെഷനുകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ തന്നെ ഒരുപാട് സെഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു പാരന്റിങ്ങിന്റെ പാരന്റൽ അവയർനെസിന്റെ ഈ ഒരു കാലത്ത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനി ആൻസർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. പണ്ടത്തേതിനെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഇമോഷണൽ ഇംബാലൻസ് വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാല് പണ്ടത്തെ ആളുകൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പാകത്തിനുള്ള ഒരു ലെവലിലാണ് ആദ്യം മുതലേ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതല്ല, കുട്ടികൾ ഒന്നിനും പ്രാപ്തരല്ല. ആ ഒരു ലെവലിലേക്ക് രക്ഷിതാക്കൾ ഷെയർ ചെയ്ത ആളോ പേരും കൂടി ഒന്ന് പറയണേ. ഫാരിഷ. ഓക്കെ. കൺഗ്രാജുലേഷൻ. ഒന്നോ രണ്ടോ പേരും കൂടെ ഒന്ന്, അതായത് നിങ്ങൾക്ക് തോന്നുന്നത് എന്തും, there is no true or false or correct or mistake, nothing. Excuse me, sir. Yes, please. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ കുറെ മിസ്കൺസെപ്ഷൻസ് ഉണ്ട് കുട്ടികളുടെ ചൈൽഡ് സൈക്കോളജി, അവരുടെ ലേണിംഗ് എബിലിറ്റീസും പിന്നെ ബിഹേവിയറൽ പാറ്റേൺസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നിടത്തുള്ള കുറെ മിസ്റ്റേക്സ് ഏറ്റവും ക്രൂഷ്യൽ ഫാക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് ആൻസർ ആണ്. ഓരോ രണ്ട് പോയിന്റ് ഓഫ് വ്യൂ ആണ് നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തത്. ഒരാളും കൂടെ ഒന്ന് ഷെയർ ആരെങ്കിലും ഉണ്ടോ? ഹലോ സാർ, ഞാൻ സഹീറാണ് കണ്ണൂരിന്ന്. ഇന്നത്തെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് ഭയമുണ്ട്. അതായത് എന്റെ കുട്ടി ഏത് സമയത്തും മാറിപ്പോകാന്നുള്ളൊരു പേടിയുണ്ട്. പണ്ട് അതുണ്ടായിരുന്നില്ല. ഒരു എന്താ പറയാ, പക്ഷെ ഇന്നത്തെ കാലത്ത് ഏത് കൂട്ടുകെട്ടിൽപ്പെട്ടാലും അല്ലെങ്കിൽ അവരറിയാതെ തന്നെ കുട്ടി മാറിപ്പോകുന്നുള്ളൊരു പേടി എല്ലാ പാരന്റ്സിനും കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു എന്താ പറയാ, ഫുൾ ടൈം ഒരു അറ്റൻഷൻ വേണമെന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട്. അതെ. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിനൊരു സ്കോപ്പ് കൂടി വരാൻ കാരണം മറ്റൊന്നും കൂടി ഉണ്ട്. പണ്ടൊക്കെ പിന്നെ ഒരുപാട് കുട്ടികളും ഒരു വീട്ടിൽ തന്നെ ഒരുപാട് കുട്ടികളും അവരുടെ ഇന്ററാക്ഷൻസും ഇങ്ങനെ വലിയൊരു ഫാമിലി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഒക്കെ രക്ഷിതാക്കളുടെ ഒരു പിന്നെ ചൈൽഡ് ആ ടൈം ആകുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ വീട്ടിൽ 8ഉം 10ഉം 12ഉം ഒക്കെ മക്കള്, 3 പേരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ 15 ഒക്കെ ഉള്ള, അതായത് ഓരോ പ്രായത്തിലും 1-2 വയസ്സിന്റെ വ്യത്യാസത്തിൽ ഒരുപാട് മക്കളാണ്. പഠിക്കാനുള്ള അവസരങ്ങള്, കുട്ടികളെ കണ്ടു വളരാനുള്ള ഒക്കെ അവസരങ്ങളൊക്കെ വീട്ടിലുണ്ട്. ഇന്ന് വളരെ കുറവാണ് കുട്ടികൾ, 1-2 കുട്ടികളുള്ളൂ. പിന്നെ നേരത്തെ ഇത്രയൊക്കെ കുട്ടികളുണ്ടെങ്കിലും അവരെ ശ്രദ്ധിക്കാനും പിന്നെ അവരോട് കാണിച്ചു കൊടുക്കാനും, അതായത് പല രീതികളും കാണിച്ചു കൊടുക്കാനൊക്കെ പാരന്റ്സിന്റെ അന്നത്തെ ഒരു രീതി
ഒക്കെ റെഡി ആയിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവരും ബിസിയാണ്. ഇപ്പോൾ അച്ഛനമ്മ ഒക്കെ ബിസിയാണ്, ചിലപ്പോൾ വർക്കിലായിരിക്കും. പിന്നെ കുട്ടികളെ കെയർ ചെയ്യുന്നിടത്ത് ഒരുപാട് കെയറിങ് ഒക്കെ കൊടുക്കണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത്, അതായത് ഇപ്പൊ ഡെയിലി ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കാം, പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ഈ ഒരു കാലത്തിനനുസരിച്ച് പാരന്റിങ്ങിന്റെ മാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അറിയാം, ചിലപ്പോൾ പലപ്പോഴും അറിയാം, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വലിയൊരു സത്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം പാരന്റിങ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അല്ലാണ്ട് നമ്മളെ പാരന്റ്സ് ഒന്നും പാരന്റിങ് കേട്ടിട്ടോ അതിന്റെ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടോ ഒന്നുമല്ല നമ്മളെ വളർത്തി. പക്ഷെ ഈ ഒരു കാലത്ത് പാരന്റിങ്ങിൽ ഉണ്ടാവേണ്ട മാറ്റം വളരെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആസ് എ ട്രെയിനർ, നമ്മളൊക്കെ ട്രെയിനിങ്ങിന് താല്പര്യമുള്ളവരാണ്, നല്ല ട്രെയിനർ ആവാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതും കൂടെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം. എന്തായിരിക്കണം നമ്മളെ ട്രെയിനിങ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 1 hour 2 hour അല്ലെങ്കിൽ 4 hour വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മളുടെ ഓഡിയൻസ്, പാർട്ടിസിപ്പൻസ്, അവരിൽ ഉണ്ടാവേണ്ട മാറ്റം എന്താവണം ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി. അപ്പൊ എൻ്റെ ഇന്നത്തെ ട്രെയിനിങ് ഒബ്ജക്റ്റീവ് ഒരു പാരന്റിങ് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയുന്നതിന് പകരം പാരന്റിങ്ങിന്റെ ഡിഫറെന്റ് സ്റ്റൈൽസ് നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്യൽ മാത്രം. അതിന്റെ ഒരു ഹിന്റ് എനിക്കറിയാവുന്നത് ഷെയർ ചെയ്ത്, നിങ്ങൾക്ക് അറിയാവുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്ത്, അങ്ങനെ പോലും മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ട്രെയിനിങ് ഒബ്ജക്റ്റീവ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹാഫ് ആൻ അവർ ഓർ 1 hour ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം റിലേറ്റഡ് ടു പാരന്റൽ ട്രെയിനിങ് വർക്ക്ഷോപ്പ്. അപ്പൊ ഡിഫറെന്റ് സ്റ്റൈൽസ് ഏതൊക്കെയുണ്ട്, നമുക്ക് എങ്ങനെ ഒരു പാരന്റിങ് ട്രെയിനിങ്ങിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യലാണ് എൻ്റെ ഒരു ഇന്നത്തെ ഒബ്ജക്റ്റീവ്. ബട്ട് ആസ് എ ട്രെയിനർ നമ്മൾ പാരന്റിങ് ക്ലാസ് എടുക്കാൻ പോകും, പ്രിപ്പയർ ചെയ്യും, മൊഡ്യൂൾ നോക്കും, ബുക്ക് വായിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ഇത് കഴിയുമ്പോൾ, നിങ്ങളുടെ 1 hour 2 hour ട്രെയിനിങ് കഴിയുമ്പോൾ എന്ത് മാറ്റമാണ് നമ്മുടെ പാർട്ടിസിപ്പന്റ് ഷുവർ എന്തായിരിക്കും, ഓഡിയൻസ് ആയിട്ട് ഉണ്ടാവുക ഷുവർ ആണ്, പാരന്റ്സ് ആയിരിക്കും. കുറച്ചൊക്കെ കുട്ടികൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ പാരന്റൽ ട്രെയിനിങ്ങിൽ ഓഫ് കോഴ്സ് ഫോക്കസ് ചെയ്യാറാണ്, പാരന്റ്സിനെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, എന്ത് ഒബ്ജക്റ്റ്, എന്ത് മാറ്റമാണ് ഈ ട്രെയിനിങ്ങിലൂടെ അവർക്ക് കിട്ടേണ്ടത് എന്നൊന്ന് ഡിസ്കസ് ചെയ്യണം. പറയാത്ത 1-2 പേര് ഒന്ന് ഡിസ്കസ് ചെയ്തോളൂ. സർ, എന്റെ അഭിപ്രായത്തില് ആ ഒരു ട്രെയിനിങ് കഴിയുന്നതോട് കൂടി പിന്നെ പാരന്റ്സ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രീതിയിലും നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ കഴിവുള്ള ആളുകളുമായിട്ട് മാറണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. യെസ്, ഓഫ് കോഴ്സ്. ഇനി അതർ ഒപ്പീനിയൻ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, ഡിലീറ്റ് ചെയ്യാനുണ്ടോ? ഡിലീറ്റ് ചെയ്യാനില്ല, ആഡ് ചെയ്യാനുണ്ടോ? സർ, അധികം പറയാൻ എനിക്ക് പ്രയാസമുണ്ട്, മക്കളുണ്ട് ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നോ പ്രോബ്ലം, നിങ്ങൾ പറഞ്ഞോളൂ പ്ലീസ്. അല്ല, അതന്നെ. ഓക്കെ. അല്ല, വേറെ ആരെങ്കിലും പറയാനുണ്ടോ? ലെറ്റ് മി കണ്ടിന്യൂ. നമ്മള് ചെരുപ്പ് ധരിക്കാറുണ്ടല്ലോ അല്ലെ? ചെരുപ്പ് ധരിക്കുന്നത് പിന്നെ വീട്ടിന്റെ പുറത്തേക്ക് പോകാൻ ചെരുപ്പ് ധരിക്കും അല്ലെ? വീടിന്റെ അടുത്തെത്തുമ്പോൾ ആ ചെരുപ്പ് നമ്മൾ ആ സ്റ്റെപ്പില് പുറത്ത് അയച്ചു വെച്ചിട്ട് ചിലപ്പോൾ ഉള്ളിലിടാൻ വേറൊരു ചെരുപ്പാണ് സാധാരണ യൂസ് ചെയ്യുക, അല്ലെ? ഉള്ളിൽ ചെരുപ്പില്ലാതെ ഇതേപോലെ ആയി പോവാറുണ്ട് പാരന്റിങ് പലപ്പോഴും. പാരന്റിങ്ങിന്റെ എല്ലാ അവയർനെസ്സും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ അത് നമ്മൾ പുറത്ത് അയച്ചു വെച്ച് വീട്ടിനുള്ളിലേക്ക് കയറുന്നത് എന്തായി പോവാറുണ്ട്, മറ്റൊരാളായി പോവാറുണ്ട്. അപ്പൊ ഏതൊരു സാഹചര്യത്തിലും ഇങ്ങനെയുള്ള പാരന്റ്സിനെ ഒരു ഓർമ്മപ്പെടുത്തൽ
അപ്പൊ കുട്ടിയുടെ നല്ല വളർച്ചക്ക് പാരന്റിന്റെ ഇൻവോൾവ്മെന്റും അതേപോലെ തന്നെ പാരന്റിന്റെ ബിഹേവിയറിലുള്ള പല ചേഞ്ചസും കൊണ്ടുവന്നാലേ മാറ്റം ഉണ്ടാവും എന്നുള്ളത് പാരന്റ്സിനെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കുട്ടിയെക്കുറിച്ച് 100 കംപ്ലൈന്റ് ഉണ്ടാവും, പക്ഷേ ആ കുട്ടി അങ്ങനെ ആവാൻ എന്ത് കാരണം, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം എന്താണ്, അതിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് മാറും എന്നുള്ള ഡിസ്കഷൻ, എന്നിട്ട് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കാം. അതോടുകൂടി ആ ഒരു ഫാമിലിയിൽ കുറച്ചും കൂടി ഒരു വളർച്ചയിലൊക്കെ മാറ്റം വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതില് പാരന്റിങ്ങില് പല സ്റ്റൈലില് പാരന്റിങ് നമുക്ക് എടുക്കാം. പിന്നെ ആക്ച്വലി ഒരു പാരന്റിങ് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാല്, ഒരു ആണും പെണ്ണും കല്യാണം കഴിക്കാൻ വേണ്ടി ഇപ്പോ പിന്നെ സെർച്ച് ചെയ്യൂലേ, എങ്ങനെ അനുയോജ്യമായ ഭാര്യ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യൂലേ. ആക്ച്വലി ആ സെർച്ച് മുതൽ തുടങ്ങുന്നുണ്ട് പാരന്റിങ് എന്നാണ്. നല്ല കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കല്യാണം കഴിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ തുടങ്ങുന്നുണ്ട് ശരിക്കും ഈ പാരന്റിങ്. നല്ല കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ നല്ല കുടുംബത്തിലുള്ള, നല്ല ആരോഗ്യമുള്ള, അങ്ങനെ ആ പോയിന്റ്സ് നമുക്കറിയാം. 4 കാര്യം ചോദിക്കാമെന്ന് പറഞ്ഞത് നമുക്കറിയാം. അപ്പൊ ആക്ച്വലി പാരന്റിങ് അവിടുന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ ഒരു കുട്ടി ഉണ്ടാവണം എന്നുള്ള ഒരു സ്വപ്നം പിന്നെ മാതാപിതാക്കളുടെ മൈൻഡിൽ വരികയാണ്. ആ സ്വപ്നത്തോടു കൂടി പിന്നെ അത് പൂവിട്ട് അത് പുതിയൊരു തലത്തിലേക്ക് മാറാം. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ രക്ഷിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ചുരുക്കം പറഞ്ഞാല് പിന്നെ ഒരു കഥയിൽ, ഒരു ബുക്കിലെ കഥയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കൊച്ചു കുട്ടികൾ ഇങ്ങനെ സ്വർഗത്തുനിന്ന് വല്ലാതെ ആർത്തുല്ലസിച്ച് വളരെ അടിപൊളിയായിരിക്കും ജീവിക്കുകയായിരുന്നു അത്രേ. സന്തോഷിച്ച് കുട്ടികൾ ഇങ്ങനെ സ്വർഗത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടച്ചോൻ വിളിച്ചിട്ട് ഒരു കുട്ടിയോട് പറയാണ്, മോനെ അല്ലെങ്കിൽ മോളെ, നീ ഭൂമിയിലേക്ക് പോകണം. കാരണം ആ ഭൂമിയിൽ നിന്നെ കാത്തിരുന്നോണ്ട് 2 മാലാഖമാര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ആൺമാലാഖയും ഒരു പെൺമാലാഖയും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ കുട്ടി വിസമ്മതിക്കാണ്, ഞാൻ ഭൂമിയിലേക്ക് പോയില്ല എന്ന് വിസമ്മതിക്കാം. അപ്പൊ പടച്ചോൻ ഈ കുട്ടിക്ക് ഉറപ്പ് കൊടുക്കാണ്, കുട്ടി നീ ഭൂമിയിലേക്ക് പോയാൽ ഈ സ്വർഗത്തില്, ഈ പൂന്തോപ്പില് എന്തൊക്കെ സവിശേഷതകള്, സുഖങ്ങള് നീ അനുഭവിക്കുന്നുണ്ടോ അതിലപ്പുറം സുഖങ്ങൾ തരാൻ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന 2 മാലാഖമാര് റെഡിയാണ്. അവരെങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, ദയവ് ചെയ്ത് സ്വർഗത്തിൽ നിന്ന് അവരുടെ അടുത്തേക്ക് പോകണം. അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയ കുട്ടിയാണ് നമ്മുടെ മുന്നിലുള്ള ഓരോ മക്കളും. ആ മാലാഖമാരാണ് ഓരോ അച്ഛനും അമ്മയും എന്നുള്ളത് രക്ഷിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതോടുകൂടി മൈ ഡിയർ ഫ്രണ്ട്സ്, പാരന്റിങ്ങിന്റെ ഒരു ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ്, ഇതില്ലാത്തവരുണ്ടല്ലോ, മക്കളില്ലാത്തവരുണ്ട്, അപ്പൊ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നമുക്ക്, അല്ലെ എത്ര പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമുക്ക് ഒരു കുട്ടിയെ കിട്ടിയത് എന്നുള്ള അവബോധം രക്ഷിതാക്കളിലേക്ക് ഇട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ പാരന്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് പാരന്റിങ്ങിനെ അപ്രോച്ച് ചെയ്യാം. മറ്റൊരു സ്റ്റൈല്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാരന്റിങ് ഉണ്ട്. പിന്നെ എല്ലാം പെർമിറ്റ് ചെയ്ത് കൊടുക്കുന്ന പാരന്റിങ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും എതിർക്കുന്ന പാരന്റിങ്. അങ്ങനെ ചില പാരന്റിങ് ഉണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, പിന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പോണ പാരന്റിങ്. അപ്പൊ ഇതില് കുട്ടികളുടെ സൈക്കോളജി, വളർച്ച ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ബർത്തും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഡിഫറെന്റ് ബർത്തിനെ കുറിച്ച് നമ്മൾ ട്രെയിനേഴ്സ് ഒന്ന് പിന്നെ പഠിക്കുന്നത് നല്ലതാണ്. അപ്പോ ബർത്ത്, വയറ്റിലുള്ള ബർത്ത്, പിന്നെ ഭൂമിയിലേക്ക് ജനിച്ച് 3 വയസ്സാവുന്നത് വരെയുള്ള ആ ഒരു കാലയളവ്, 7 വയസ്സാവുന്നത് വരെ, 13 വയസ്സാവുന്നത് വരെ,
ഇങ്ങനെ ഓരോ കാലത്തും പാരന്റിങ് സ്റ്റൈല് ഡിഫറെന്റ് ആണ്. ഈ രണ്ടാമത്തൊക്കെ 2 വയസ്സ് 3 വയസ്സ് എന്നൊക്കെ പറഞ്ഞാല് ശരിക്കും പാരന്റിങ് കൺസെപ്റ്റിൽ പറയുന്നത് കിങ് ഏജ് എന്നാ പറയുന്നത്. കുട്ടികളെ കിങ് ഏജ്, ആര് കണ്ടാലും ഒന്ന് എടുക്കുകയും ഉമ്മ വെക്കുകയും തലോടുകയും എടുത്തുയർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം. മറ്റൊന്ന് പറയുന്നുണ്ട് 7 വയസ്സിന്റെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്. 7 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുട്ടിക്ക് ആ കുട്ടി ജീവിതത്തിൽ പഠിക്കുന്ന മുഴുവൻ പഠനത്തിന്റെ 80% പഠനവും നടക്കുന്നത് 7 വയസ്സ് വരെയാണ്. പിന്നെ 80 വയസ്സ് വരെ ആ കുട്ടി ജീവിച്ചാൽ 7 വയസ്സ് മുതൽ 80 വയസ്സ് വരെ അവൻ ജസ്റ്റ് 20% മാത്രമേ പഠിക്കുന്നുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ കുട്ടിക്ക് 7 വയസ്സ് വരെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ പഠനം ഉണ്ടല്ലോ, സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പഠനം, ആ കുട്ടിക്ക് കിട്ടുന്ന അപ്രീസിയേഷൻസ്, ആ കുട്ടി പിന്നെ എന്താ പറയാ നോക്കിയും കണ്ടും പഠിക്കുന്ന, ഒബ്സർവ് ചെയ്തിട്ട് കിട്ടുന്ന നോളജ് ഉണ്ടല്ലോ, ആ പ്രോഗ്രാമിന്റെ ബേസിലാണ് പിന്നീട് അവൻ ആക്ട് ചെയ്യുന്നത്, പിന്നീട് അവൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഡിഫറെന്റ് ലെവലിൽ കുട്ടിക്ക് കിട്ടേണ്ട ഇൻഫർമേഷൻ അല്ലെങ്കിൽ കെയർ, ആ ഓരോ ഏജിൽ ഉണ്ടാവുന്ന മാറ്റം, സൈക്കോളജിക്കലി കുട്ടിക്ക് കിട്ടേണ്ട ഡെവലപ്മെന്റ്, ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റൈലിലോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ പാരന്റിങ്ങിനെ അപ്രോച്ച് ചെയ്യാം. എന്താ പറയാ, ഈ ചൈൽഡ് സൈക്കോളജി ബേസിലും നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, പാരന്റിങ്ങിനെ അപ്രോച്ച് ചെയ്യാം. അപ്പം നമ്മള് നമ്മുടെ വിളിക്കുന്ന പിന്നെ എന്താ പറയാ ഓഡിയൻസിന് ഏത് ഏജിലുള്ള പാരന്റിങ് ട്രെയിനിങ് ആണോ വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ടീനേജേഴ്സിനാണ് പോകുന്നത്, മിക്കവാറും ടീനേജേഴ്സിന്റെ ഒരു പാരന്റിങ് എടുക്കുമ്പോൾ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് പറയേണ്ടി വരും, പിന്നെ അവരുടെ മാറ്റങ്ങളെ കുറിച്ച് പറയേണ്ടി വരും, അവരുടെ പിന്നെ ബോഡി ഡെവലപ്മെന്റിനെ കുറിച്ച് പറയേണ്ടി വരും. അന്ന് ആ ഒരു കുട്ടി അവരുടെ ഐഡന്റിറ്റി ഒരു കുട്ടിയുടെ പിന്നെ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്ന് പറയേണ്ടി വരും. ചെറിയ കുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടിയോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, കുട്ടിയുടെ ഉറക്കം, ഭക്ഷണം, ഇങ്ങനത്തെ ഏത് ഏജിലുള്ള കുട്ടിയാണോ ആ കുട്ടിക്ക് അനുസരിച്ചുള്ള പാരന്റിങ് ട്രെയിനിങ്. അപ്പോൾ പാരന്റിങ്ങിന് പൊതുവായിട്ട് ഒരു സിംഗിൾ മൊഡ്യൂൾ ഇല്ല എന്നുള്ളതും, നമ്മൾക്ക് ട്രെയിനിങ് എവിടെയാണോ പറയുന്നത് അപ്പൊ അവരുടെ ഒബ്ജക്റ്റീവ് എന്താ. ഇപ്പൊ പാരന്റിങ് ട്രെയിനിങ് ആണെന്ന് പറയും, പക്ഷെ അവർക്ക് വേണ്ടി വരിക ചിലപ്പം പിന്നെ മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കലായിരിക്കും, അല്ലെങ്കിൽ റീഡിങ് ഹാബിറ്റ് കൂട്ടലായിരിക്കും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്താണ് പറയുന്നത് ആ ഒരു ഏരിയയിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ പാരന്റിങ്ങിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന ഒരു സ്റ്റൈലിലാണ് പിന്നെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. പലതരത്തിലുള്ള പിന്നെ പാരന്റിങ് പല ഏരിയയിൽ ഡിസ്കസ് ചെയ്തപ്പം ക്രിയേറ്റ് ചെയ്ത പല സ്ലൈഡ്സും ഉണ്ട്. പക്ഷെ ഇന്ന് ഷീന് വേണ്ടി നിങ്ങളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ബേസിക് പാരന്റിങ് എന്നുള്ള നിലക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. ആർ യു വിത്ത് മീ? ഞാൻ കുറെ നേരമായി ലെക്ചർ ചെയ്യുന്നു. സോറി, ആർ യു വിത്ത് മീ? ആർ യു ദർ? ഹലോ ഹലോ. ഓക്കെ ഓക്കെ. ഹാപ്പി അല്ലേ? ഓക്കെ. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം, എക്സ്ക്യൂസ് മീ എന്ന് പറയാം, എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഷീൻ ഈസ് എ ഫാമിലി, ഷീൻ ഒരു ഫാമിലിയാണ്. സോ മഹാഭാരത യുദ്ധത്തില് പിന്നെ ഒരുപാട് പേര് മരിച്ചു എന്ന് പറഞ്ഞാല് കുറെ കുതിരകള്, ആന, പിന്നെ എല്ലാ യുദ്ധത്തിന് ഉപയോഗിച്ച എല്ലാ ജീവജാലങ്ങളും മരിച്ചു. ഗാന്ധാരിയുടെ 100 മക്കള്, ഗാന്ധാരി എന്ന അമ്മയുടെ 100 മക്കളും മരിച്ചു. 100 മക്കള്. അപ്പം എല്ലാരും രക്തത്ത് കുളിച്ചിങ്ങനെ കിടക്കുക, ചോരങ്ങനെ ഒഴുകുക. യുദ്ധകളത്തിലേക്ക് യുദ്ധമൊക്കെ അവസാനിച്ച് ഈ ചേതനയേറ്റ ശരീരങ്ങൾ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഈ 100 മക്കളുടെ അമ്മയായ ഗാന്ധാരി ഇറങ്ങി വന്നിട്ട് ഓരോ മക്കളെയും എടുത്തിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കുക, അട്ടഹസിച്ച് കരയാ, പൊട്ടിക്കരയാ. കാരണം
ഒരു കുട്ടി പോലും, ഒരു മോൻ പോലും എന്തായിട്ടില്ല, ബാക്കിയായിട്ടില്ല. 99 കഴിഞ്ഞ് 100ാമത്തെ കുട്ടിയെയും വാരി പുണർന്നുകൊണ്ട് സങ്കടപ്പെട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ, എന്റെ ശേഷക്രിയ, എന്റെ ശ്രാദ്ധം, എന്റെ ശേഷക്രിയ ചെയ്യാനെങ്കിലും ഒരു കുട്ടിയെങ്കിലും ബാക്കി വെച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഒരു ചെറിയ കള്ളപ്പുഞ്ചിരിയോടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗാന്ധാരിയോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഇത്രേ ഉള്ളൂ: സ്വന്തം അമ്മയ്ക്ക് വേണ്ടാത്ത കുട്ടിയെ പിന്നെ ആർക്ക് വേണം? അമ്മയാണ് ഇവരെ ഇതിലോട്ടൊക്കെ ഇറക്കിയത്. അപ്പൊ അമ്മക്ക് പോലും വേണ്ടാത്ത ഒരു കുട്ടിയെ ആർക്ക് വേണം എന്നുള്ളൊരു ചോദ്യം ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിക്കുന്നു. അപ്പോ അമ്മ, അച്ഛൻ, അവരുടെ ഇമ്പോർട്ടൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ നാടിനടുത്ത് സമസ്തയുടെ മുഷാവർ അംഗമൊക്കെയായിരുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ ചെറുപ്പത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. കുഞ്ഞിക്കോയ മുസ്ലിയാരുടെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടത് ഓർക്കുന്നുണ്ട്. ഒരു കുട്ടിയെ കുറിച്ച് അമ്മയൊന്ന് സങ്കടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കണ്ണീര് ആ കുട്ടിയെ ഓർത്തൊന്ന് പൊഴിച്ചാൽ, ആ ഒരു കണ്ണുനീര് മാത്രം മതി അവന്റെ ജീവിത വിജയത്തിന്. 1000 ദിവസം രാത്രി പ്രാർത്ഥനയിലേക്കും അധികമാണ് ആ ഒരു ചെറിയ കണ്ണുനീര്. ഉമ്മയുടെയൊക്കെ ആ പ്രാർത്ഥനയ്ക്ക്, കണ്ണീരിനൊക്കെ ഇത്ര വിലയാ. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഓർക്കണില്ലേ? കാലിന്റെ മാതാവിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം. അപ്പൊ അതൊരു വെറും വാക്കല്ല. അപ്പൊ ഒരു പാരന്റിന്, ഒരു മാതാവിനുള്ള, ഒരു കുട്ടിയുടെ വളർച്ചയിലുള്ള റോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4 ഡൂസ് ആൻഡ് 4 ഡോൺസ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഡൂസ് ഒന്ന് നമുക്ക് നോക്കാം. ഷോ ദം ഹൗ ടു ലവ്. അവരെ സ്നേഹം കാണിക്കുക എന്നുള്ളതല്ല, എങ്ങനെ സ്നേഹിക്കാന്ന് അവരെ കാണിച്ചു കൊടുക്കുക. അവരെ സ്നേഹിക്കണം എന്നല്ല, അവർ സ്നേഹിക്കണം. അതിലുപരി സ്നേഹം എങ്ങനെയാന്ന് അവരെ കാണിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു ചെരുപ്പിന്റെ കാരണം. ചെരുപ്പ് വീട്ടിന്റെ പുറത്ത് അയച്ചു വെച്ച് പലപ്പോഴും ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായിരിക്കും. അവിടെ തിയറിയൊക്കെ വേറെ, പ്രാക്ടിക്കൽ വേറെ ആയി പോകാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുറ്റം പറയാനേ നമ്മൾക്ക് സമയം കിട്ടാറുള്ളൂ. ചിലപ്പോ നല്ലത് പറയേണ്ടതിന് പകരം എപ്പോഴും ചീത്ത പറഞ്ഞു പോവാറുണ്ട്. മതപ്രഭാഷണത്തിലൊക്കെ പറയും പോലെ, ഇത് ഞാൻ എന്നെയും നിങ്ങളെയും ഒരേപോലെ ഓർമ്മപ്പെടുത്താം. അപ്പൊ നമ്മൾ നമ്മളെ പാരന്റ്സിനോട് പറയേണ്ടത് അവരെ സ്നേഹം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാം. വീട്ടിൽ ഉമ്മ ഉണ്ടാവും, ഉപ്പ ഉണ്ടാവും, നമ്മുടെ പാരന്റ്സ് ഉണ്ടാവും. നമ്മുടെ പാരന്റ്സിനെ നമ്മൾ എങ്ങനെയാ സ്നേഹിക്കുന്നതെന്ന് അവരെ കാണിച്ചു കൊടുക്കും. ഭാര്യയോട് ആദ്യമായി ഭാര്യയെ കണ്ട നിമിഷം, അല്ലെങ്കിൽ പിന്നെ അവരുമായിട്ട് സംസാരിച്ച നിമിഷമൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. മണിക്കൂറുകൾ പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തേ നമ്മള് ഇന്ന് അങ്ങനെ സമയം കണ്ടെത്തുന്നില്ല? അത്ര സമയം വേണമെന്നല്ല, ഒറ്റ വാക്കിൽ യെസ് ഓർ നോ ആൻസർ പറയാനാണ് എല്ലാവർക്കും താല്പര്യം. അത് അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും. ഈവൻ ദർ ഇസ് നോ ഡിഫറൻസ് ഈവൻ ഇഫ് വൈഫ് ഓർ ഹസ്ബൻഡ്. ഒന്ന് അവരെ കാണിച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപ്പാക്കും നമ്മുടെ പാരന്റ്സിനൊക്കെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് സ്നേഹം അവരെ അറിയിച്ചു കൊടുക്കുക. അഫെക്ഷൻ എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഈ വളർന്നു വരുന്ന കുട്ടികളില്, മൈ ഡിയർ കോ-ലേണേഴ്സ്, ഈ ടച്ചിനൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരു കുട്ടി ടീനേജ് എത്തുമ്പോഴേക്ക്, ടീനേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം 19 വരെ, ആ ഒരു ഏജ് എത്തുമ്പോഴേക്കുള്ള പ്രായത്തിൽ ഒരുപാട് ഹഗ്, ടച്ച്, സ്പർശനം
കിസ്, ഇതൊക്കെ കിട്ടണമെന്നുണ്ട്. ഇതൊക്കെ ആ പ്രായത്തിൽ ആരാ കൊടുക്കേണ്ടത് ആരാ? പാരന്റ്സ് അല്ലാതെ വേറെ ആരും. ആ പാരന്റ്സ് ആ കാലത്ത് കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അത് കൊടുക്കാൻ ചുറ്റും പലരും കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ ചുറ്റുമുണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അപ്പൊ പല പ്രശ്നങ്ങൾക്കും ഈ ടച്ചിന്റെ സ്ട്രോക്ക്, കിസിന്റെ സ്ട്രോക്ക്, ഹഗിന്റെ സ്ട്രോക്ക് ഒന്നും കിട്ടാത്തതാ. അത് കൃത്യമായ അളവില് അത്ര പെർസെന്റേജ് തന്നെ ഉണ്ട്. ഒരു ടീനേജ് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിക്ക് ഇത്ര കിസ് കിട്ടണം, ഇത്ര ടച്ച് കിട്ടണം എന്നുള്ള കണക്ക് തന്നെ ഉണ്ട്. മീൻസ് അതിനൊന്നും അതിരില്ല എന്നുള്ളത്. പലപ്പോഴും നമ്മൾ തിരക്കാം, അവർക്ക് വേണ്ടി ഒരു സമയം പോലും മാറ്റിവെക്കാൻ തയ്യാറാവാറില്ല പാരന്റ്സ്. ഡു ഇറ്റ്, ആക്ട് ഇറ്റ്. ദിസ് ഈസ് ഫസ്റ്റ് ഡു. എക്സ്ക്യൂസ് മീ സാർ, യെസ് പ്ലീസ്. ഇങ്ങനൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടും കുട്ടികൾ മാറി എന്ന് ചില പേരൻസ് സങ്കടം പറയാറുണ്ട്. ഞങ്ങൾ ഇങ്ങനൊക്കെ ആയിരുന്നു ചെയ്യാറ്, എന്നിട്ടും എൻ്റെ കുട്ടി എന്തുകൊണ്ട് മറ്റൊരിതിലേക്ക് പോയി എന്ന് ചില പേരൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. യെസ് യെസ് യെസ്. അതായത് പലപ്പോഴും പിന്നെ ഈ നാട്ടില് എത്ര മഹാന്മാര് ജനിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ എത്ര മഹാന്മാര് ജനിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അതിന് മറുപടി ആയിട്ട് പറഞ്ഞത്, ഈ നാട്ടിൽ മഹാന്മാരൊന്നും ജനിച്ചിട്ടില്ല, കുട്ടികൾ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. കുട്ടികൾ ശുദ്ധ പ്രകൃതക്കാരാണ്. അത് ഏത് മതക്കാരാവട്ടെ, ഏത് വർഗമാവട്ടെ, ഏത് കളറാവട്ടെ, കുട്ടി ശുദ്ധ പ്രകൃത. അവന് വളർന്നു വരുന്ന എൻവയോൺമെന്റ് ആണ് പിന്നെ ആ കുട്ടിയെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അതില് അവന്റെ 360 ഡിഗ്രി ഉള്ള എല്ലാ കാര്യവും അതിന് എഫക്ട് ചെയ്യും. അവന്റെ ഫ്രണ്ട്സ്, അവന്റെ ക്ലാസ്, അവന്റെ ചിന്ത, അവന്റെ നടത്തം, അവൻ കാണുന്ന മീഡിയകള്, ഇങ്ങനെ പറഞ്ഞിട്ട് പലതും എന്ത് ചെയ്യുന്നുണ്ട്, അവനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ പാരന്റ്സ് ഷുഡ് നോ ഇവൻ ആരൊക്കെ ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, എവിടെയൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഒന്നൊന്ന് സ്വയം ആസ് എ പാരന്റ് എന്നുള്ള നിലക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ മോന്റെ അല്ലെ മോളുടെ എത്ര ഫ്രണ്ട്സിനെ കൃത്യമായിട്ട് നമുക്കറിയാം. അവന് ഇഷ്ടപ്പെടുന്ന അവന്റെ ഇൻട്രസ്റ്റ് എന്താ, അവന്റെ താല്പര്യം എന്താ, അവന് ഇഷ്ടപ്പെടാത്തത്, അവന് ഇഷ്ടപ്പെടുന്ന കളർ ഏതാ, അവന്റെ ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ, അവന് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഏതാ. നമ്മൾ പലപ്പോഴും അറിയാറില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നത് അവന് ഇഷ്ടപ്പെട്ടോളണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. അവിടെ ഒരു സ്യൂഡോ ഒരു പിന്നെ ഒരു ഈഗോ ലെവലിലുള്ള ഒരു ചിന്താഗതിയാണ് പലപ്പോഴും. അല്ലെങ്കിൽ അതൊന്നുമല്ല, നമ്മൾ അത്രക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും പലതിനും നമുക്ക് എന്ത് ചെയ്യാറില്ല, സമയം കിട്ടാറില്ല. അതാണ് വസം. ഐ ഹോപ്പ് ഞാൻ അതിന്റെ ഒരു ആൻസർ, ഇതിന്റെ ഒരു ഹിന്റ് ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ലെറ്റ് മീ കണ്ടിന്യൂ. ഹലോ, തുടരട്ടെ? മാം പറഞ്ഞതിന് ഞാൻ പിന്നെ ഒരു അഡ്രസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. തുടരട്ടെ? ഹലോ, ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വാളിറ്റി ടൈമാണ്. സ്പെൻഡ് ക്വാളിറ്റി, സെക്കൻഡ് പോയിന്റ് ആണ് സ്പെൻഡ് ക്വാളിറ്റി ടൈം ടുഗദർ എന്നുള്ള ഒരു പോയിന്റ് ആണ്. ഇത് എൻ്റെ 4 ഡൂസ്, മീൻസ് അങ്ങനത്തെ കുറച്ച് 4 ഡൂസ് ആട്ടോ. നമുക്ക് വേണ്ട, നമുക്ക് തോന്നുന്ന, പറയണം തോന്നുന്ന പോയിന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. എൻ്റെ സ്കൂളിലെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എൻ്റെ പിന്നെ ഞാൻ ക്ലാസ് ടീച്ചർ ആവുമ്പോൾ മറ്റൊരു ക്ലാസ്സിന്റെ ടീച്ചർ ആണ് പുള്ളി. ഫ്രണ്ടിന് ഉണ്ടായ ഒരു അനുഭവം, പിന്നെ ടൂറിന്റെ ടൈമിന് കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, പിന്നെ ടൂറിന് പോരുന്ന് വല്ലാതെ നിർബന്ധിച്ചപ്പോൾ 60 കുട്ടികളാണ് ക്ലാസ്സിലുള്ള, 59 കുട്ടികളും പേര് വന്നിട്ട്. അപ്പൊ ഇവൻ മാത്രം, മരുൺ എന്ന് പറഞ്ഞ മോൻ മാത്രം പേര് കൊടുക്കാത്തതുകൊണ്ട് ഇവനെ വീണ്ടും നിർബന്ധിച്ചിട്ട് പിന്നെ ടൂറിന് പോരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ മാഷിക്ക് തോന്നി ഇവൻ ഇങ്ങനെ വിസമ്മതിക്കുന്നത് കാശിന്റെ പ്രോബ്ലം ആയിട്ടാണോ എന്ന് തോന്നി. കാശിന്റെ പ്രോബ്ലം
ആയിട്ടാണ് തോന്നിയപ്പോ പിന്നെ സാറ് പറഞ്ഞു, മോനെ നീ കാശൊന്നും തരണ്ട, കാശ് നമുക്ക് ഫണ്ട് ഉണ്ട്, പുറംപോയി ഫണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എടുത്തോളാം, ആരും അറിയില്ല, മോന് ടൂറിന് വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോ മോൻ പറയുന്നത് അതല്ല സാറേ, ഞാൻ പോരുന്നില്ല. കാരണം എൻ്റെ അച്ഛൻ ഒരു സാധാ 500-800 രൂപയൊക്കെ കൂലിപ്പണി, അങ്ങനെ ഒരു ജോലിയാണ്, കൂലിപ്പണിയാണ്. ഇപ്പൊ ഒരു 4-5 മാസമായിട്ട് എൻ്റെ അമ്മയും 100-300 രൂപയ്ക്ക് ഡെയിലി അധ്വാനിക്കുന്നുണ്ട്. 4-5 വീട്ടിലൊക്കെ പോയി പാത്രമൊക്കെ കഴുകി മുറ്റമൊക്കെ അടിച്ചു വാരി കൊടുത്ത് ഒരു 100-300 രൂപ ഡെയിലി അമ്മയും സമ്പാദിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ സമ്പാദിക്കുന്നതെന്ന് ചോദിച്ചാല്, എൻ്റെ അനിയത്തി, ഞാനും എൻ്റെ ഒരു അനിയത്തി ഉണ്ട്, 5ാം ക്ലാസ് പഠിക്കുന്ന അനിയത്തിയും കൂടിയാണ് പിന്നെ എൻ്റെ വീട്ടിലുള്ള 2 മക്കളാണ്. അപ്പൊ അനിയത്തിക്ക് ചെറിയൊരു സർജറി ഉണ്ട്. ആ സർജറി ചെയ്യാനുള്ള കാശിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നത്, അമ്മയൊക്കെ ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് സാറ് മുഴുവൻ കാശ് തരാന്ന് പറഞ്ഞാൽ അച്ഛൻ അതൊരു വിഷമം. ഇനി സാറ് മുഴുവൻ കാശ് തന്നാൽ തന്നെ ഒരു 500 രൂപയെങ്കിലും ടൂറിന് പോക്കറ്റ് മണി ആയിട്ട് എനിക്ക് അച്ഛൻ തരാതിരിക്കില്ല. ആ 500 രൂപ പോലും എൻ്റെ വീട്ടിൽ എടുക്കാനില്ല എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് സാർ. അതുകൊണ്ട് ഞാൻ പോരുന്നില്ല. ആ സാറ് അന്നപ്പോ തന്നെ ആ പാരന്റിനെ വിളിച്ചിട്ട് പിന്നെ ആ അച്ഛനെ, പിന്നെ അരുണിന്റെ അച്ഛനെ അഭിനന്ദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം ചോദിച്ചത്രേ, പിന്നെ സാർ നിങ്ങൾ ഇങ്ങനെ കുട്ടിയെ വളർത്തിയെടുത്തത് എങ്ങനെയാണ്? വളരെ അത്ഭുതം തോന്നി. കാരണം സ്കൂളിൽ നിന്ന് ഇത്രയും കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും വീട്ടിൽ നിന്നും കൂടി ആ കാശ് വാങ്ങി സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുള്ള ഈ ഒരു കാലത്ത് ഇങ്ങനെ വീട്ടുകാരെ മനസ്സിലാക്കുന്ന ഒരു കുട്ടി എന്ന് അത്ഭുതം തോന്നിയപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ആ അച്ഛൻ പറഞ്ഞത്, എന്നും രാത്രി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും എൻ്റെ ഭാര്യയും മോനും കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കും. ഞാൻ എൻ്റെ പണിക്ക് പോയ കാര്യങ്ങളൊക്കെ, അതിന്റെ കഥയൊക്കെ പറയും. ഭാര്യ അവളുടെ അന്നത്തെ ജീവിതത്തെ കഥകളൊക്കെ പറയും. മോളെ കഥ പറയും. മോന് പിന്നെ വീട്ടിലുള്ള അവന്റെ സ്കൂൾ കഥകളൊക്കെ പറയും. അങ്ങനെ കുറച്ചൊരു സമയം അന്നത്തെ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തിട്ട് ആണ് ഞങ്ങളെ ലൈഫ് എല്ലാ ദിവസവും അവസാനിക്കാറ്. കിടന്നുറങ്ങാം. അതിനു മുമ്പേ അങ്ങനെ ഒരു ടൈം കണ്ടെത്താറുണ്ട്. ഇത്രയും ഇമ്പോർട്ടൻ്റാ. നമ്മൾ ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയാന്നല്ലാതെ ഫാമിലിക്ക് നമ്മൾ ടൈം കണ്ടെത്തുന്നുണ്ടോ? തിരക്കല്ലേ, ബിസിയല്ലേ, എല്ലാവരും ബിസിയാണ്. ഇനി വീട്ടിലുള്ള സമയമാണെങ്കിലും നമ്മൾ മൊബൈലിലോ മെസ്സേജോ ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പൊ പാരൻസിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളെ അനുഭവങ്ങൾ, സന്തോഷം മാത്രമല്ല നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അങ്ങനെ എല്ലാം ഷെയർ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ ഒരു ക്വാളിറ്റി ടൈം ഉണ്ടായാൽ അവനൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും വന്ന് പറയാൻ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നല് ആ കുട്ടിക്കും ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. മൂന്നാമത്തെ, ബി എ ഗുഡ് ലിസണർ, ബി എ ഫ്രണ്ട് എന്നുള്ളതാണ്. സ്പെഷ്യലി ട്രെയിനേഴ്സ് ഒക്കെ നമ്മൾ സ്പീക്കേഴ്സ് ആയപ്പോഴും സംസാരിക്കാൻ താല്പര്യം, കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. നല്ലൊരു ട്രെയിനറുടെ ക്വാളിറ്റി ആട്ടോ നല്ല ലിസണർ ആവുമോ എന്ന് പറഞ്ഞാല് നന്നായി കേൾക്കുക. നന്നായി കേൾക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആ. ലിസണർ, ബി എ ഗുഡ് ലിസണർ, ബി എ ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ട്രെയിനിങ്ങിൽ ഇങ്ങനെ പറയാറുണ്ട്, പിന്നെ ഒരു നായക്കുട്ടി എല്ലാ ദിവസവും ഒരു വീട്ടിൽ വരും അത്രേ. ഒരു 2:30-3 മണി, ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും വരും. എല്ലാ ദിവസവും വന്നിട്ട് പിന്നെ ആ വീട്ടിൽ കിടന്നുറങ്ങും, തിരിച്ചു പോകും. ഇതിങ്ങനെ പതിവായി. അപ്പൊ ഈ വീട്ടിലെ ഉടമസ്ഥന് തോന്നി, ഈ നായി എവിടുത്താണെന്നൊന്ന് അറിയണം. ഈ നായക്കുട്ടി ഡെയിലി വരുന്നുണ്ട്, കൃത്യസമയം കിടന്നുറങ്ങി തിരിച്ചു പോകുന്നുണ്ട്. അപ്പോ പിന്നെ പക്ഷെ ഇയാൾക്ക് മനസ്സിലായി ഇതൊരു വീട്ടിൽ വളർത്തുന്നതാണ്. കാരണം കഴുത്തിലൊക്കെ അതിൻ്റെതായ ടാഗും ഒക്കെ ഉണ്ട്. അപ്പൊ നല്ല വൃത്തിയുള്ള നായക്കുട്ടി. അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു ദിവസം എന്ത് ചെയ്ത്, ആ കഴുത്തിലുള്ള ടാഗിന്റെ അവിടെ ഒരു ചെറിയൊരു പേപ്പറിൽ ഈ നായക്കുട്ടി ഡെയിലി ഇങ്ങനെ വീട്ടിൽ വരാറുണ്ട്. പിന്നെ പക്ഷെ എനിക്കൊരു ആഗ്രഹം കൊണ്ട് ചോദിക്കാണ്, പിന്നെ ആകാംക്ഷ കൊണ്ട് ചോദിക്കാണ്, ഈ നായക്കുട്ടി ആരുടേതാണ്, ഇവിടുത്താണെന്നൊന്ന് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പിന്നെ ഒരു എഴുത്ത് എഴുതിയതാണ്. പിറ്റേന്ന് ആ നായക്കുട്ടി കിടന്ന് ഉറങ്ങാൻ വന്നപ്പോ അതിന്റെ മറുപടി അതിലുണ്ടായിരുന്നു. മറുപടി ഇങ്ങനെയാണ്, ഇത് ഇന്ന വീട്ടിലെ നായക്കുട്ടിയാണ്, പിന്നെ ഡെയിലി അവിടെ കിടന്നുറങ്ങുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം, അതിന്റെ ഓണർക്ക് അറിയാം. പക്ഷേ അത് നിങ്ങൾ അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത്, ഡെയിലി അവിടെ കിടന്ന് വന്ന് ഉറങ്ങിക്കോട്ടെ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഒന്നും കൂടെ അതിന്റെ താഴെ എഴുതി ചേർത്തത്രേ, എൻ്റെ വീട്ടിൽ വലിയ ബഹളമാണ്,
വൈഫ് വല്ലാണ്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യും, വല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോ ആ സമാധാനത്തിൽ കുറച്ചൊന്ന് ആ സൗണ്ട് ഒന്നും ഇല്ലാതെ ഒരു കാമായിട്ട് കിടന്നുറങ്ങാനാണ് ആ നായക്കുട്ടി അവിടെ വരുന്നത്. അതിന്റെ തൊട്ട് താഴെ ഒരു ലൈനോട് ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ നാളെ ആ നായ്ക്കുട്ടിയുടെ കൂടെ ഞാനും കൂടെ വന്നോട്ടെ, ഞാനും കൂടെ അവിടെ ഒന്ന് 1 മണിക്കൂർ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. ഈ ഒരു പോയിന്റ് ഒക്കെ നമ്മൾ ആസ് എ ട്രെയിനേഴ്സ് പറയുമ്പോൾ 1-2 സ്ഥലത്ത് ഞാനിത് പറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ബ്രേക്ക് ടൈമിൽ വാഷ്റൂമിന്റെ ആ ഭാഗത്ത് 2-3 പാർട്ടിസിപ്പന്റ് പറഞ്ഞ് പിന്നെ ഒരു ലേഡീസ് വിരുദ്ധ കഥയായി പോയി എന്ന് പറഞ്ഞു. ഒരു പിന്നെ ആണുങ്ങളെ ഉയർത്തുന്ന. അപ്പൊ നമ്മൾ ട്രെയിനേഴ്സ് ചില കഥകൾ പറയുമ്പോൾ ശ്രദ്ധിക്കുകയും വേണം, ഏത് ഓഡിയൻസിന് പറയേണ്ടതാണെന്ന് കൂടെ ആലോചിച്ചിട്ടെ ഇത്തരം കഥകള്. എനിവേ നമുക്ക് ഇവിടെ പറയാനുള്ള പോയിന്റ് ഇത്രേ ഉള്ളൂ. ഈ വല്ലാതെ സംസാരിച്ച് ഇങ്ങനെ പറയുന്നതിന് പകരം കുറച്ചൊക്കെ ലിസണറും ആവാം, ഇങ്ങനെ അങ്ങോട്ട് തന്നെ റേഡിയോ ആവാതിരിക്കാം. ഓക്കെ, ഇതാണ് തേർഡ് ഡോസ്. ആൻഡ് അക്സെപ്റ്റ് ആൻഡ് അപ്രീഷിയേറ്റ് ദം. കുട്ടികളെ കുട്ടികളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ പോലെ കരുതാതിരിക്കാം. കുട്ടി കുട്ടിയാണ്, ഓരോ പ്രായത്തിലെയും കുട്ടി കുട്ടി തന്നെയാണ്. ഒരു പിന്നെ ഒരു 4 വയസ്സുള്ള കുട്ടി വീട്ടിൽ വിരുന്നുകാരനൊക്കെ വന്നപ്പോൾ ഭക്ഷണമൊക്കെ ഇപ്പൊ പലഹാരമൊക്കെ കൊടുത്തു. പലഹാരവും ചായയൊക്കെ കുടിച്ച് വിരുന്നുകാരൻ തിരിച്ചു പോകുന്ന സമയമായപ്പോൾ ആ പലഹാരമൊക്കെ എടുത്ത് കഴിച്ച് അല്ലെങ്കിൽ അവിടെയൊക്കെ പൊടിച്ചിട്ട് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 4 വയസ്സൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി ചെയ്തത് ആ കുട്ടിയുടെ പ്രകൃതിയാണ്. അവിടെ 3 ടേം എപ്പോഴും അറിയുന്നത് നല്ലത്. അപ്പൊ പ്രകൃതി, വികൃതി, സംസ്കൃതി എന്ന് പറഞ്ഞ വീട്. അതായത് ഓരോ കുട്ടിക്കും ഉണ്ട് പ്രകൃതിയുണ്ട്, വികൃതിയുണ്ട്, സംസ്കൃതിയുണ്ട്. ആ കുട്ടി എടുത്ത് കഴിക്കുന്നത് ചിലപ്പം പ്രകൃതിയാണെങ്കിൽ അവിടെ പൊടിച്ചിടുന്നത് ചിലപ്പം വികൃതിയായിരിക്കും. അതേ സ്ഥാനത്ത് അമ്മ തിരിച്ചു വരുമ്പോ ഇത് ഒരു ലഡു എടുത്തിട്ട് ഇത് മോളൂസിന്, ഇത് അനുവിന് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലുള്ള ഓരോരുത്തർക്കും ഇങ്ങനെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുന്ന ഒരു 4-ാം വയസ്സിലെ കുട്ടിയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സംസ്കൃതി. അപ്പൊ ഓരോ പ്രായത്തിനുണ്ട്. ഇപ്പൊ 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിലെ ഗേറ്റ് തുറന്നില്ല. ഗേറ്റ് തുറക്കാത്തതിന്റെ പേരില് ആ കുട്ടി മതില് ചാടി കടന്ന് ഉള്ളിൽ കയറി. പ്രകൃതിയാണോ വികൃതിയാണോ സംസ്കൃതിയാണോ എന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് അത് പ്രകൃതി, ആ കുട്ടി അങ്ങനെ ചെയ്യും. അതേ സ്ഥാനത്ത് ഗേറ്റ് ഇടിച്ചു പൊളിച്ചിട്ടാണ് ഉള്ളിൽ കയറിയെങ്കിൽ അത് വികൃതിയാ. വികൃതിക്ക് കൃത്യസമയത്ത് വേണ്ട അളവിലുള്ള ശിക്ഷ കൊടുക്കും. സംസ്കൃതി എന്ന് പറഞ്ഞാല് അപ്പൊ അവിടുത്തെ ഗേറ്റ് തുറക്കുന്നത് വരെ പുറത്ത് കാത്തു നിന്നിട്ട് മേ ഐ ഗെറ്റ് ഇൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഉള്ളിലോട്ട് കയറിക്കോട്ടെ എന്നൊക്കെ സമ്മതം ചോദിച്ചിട്ട് കയറുന്ന ഒരു കുട്ടിയില്ലേ, അതാ സംസ്കൃതി. അപ്പൊ ഓരോ കുട്ടിയും ഓരോ പ്രായത്തിനുണ്ട് കേട്ടോ പ്രകൃതി, വികൃതി, സംസ്കൃതിയൊക്കെ. അപ്പൊ അത് ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളത്. കുട്ടിയെ കുട്ടിയായിട്ട് മനസ്സിലാക്കാം, കുട്ടിയെ വലിയ ആളായിട്ട് മനസ്സിലാക്കാതിരിക്കാം. എന്നിട്ട് പിന്നെ പറ്റുന്നിടത്തൊക്കെ അവനെ അപ്രീഷിയേറ്റ് ചെയ്ത്. ചെറിയ കുട്ടികളില് ഒരു 2 വയസ്സായ കുട്ടി വീട്ടിൽ കോണി കയറുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുകളിലത്തെ നില ഉണ്ടെങ്കിൽ വീട്ടിൽ കോണി കയറാറുണ്ട്. എന്തായിരിക്കും ആ ഓരോ 2-3 സ്റ്റെപ്പ് കഴിയുമ്പോഴും കുട്ടി തിരിഞ്ഞു നോക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ട്രെയിനിങ്ങിൽ ഈ ഒരു ഡിസ്കഷൻ വരുമ്പോൾ പലപ്പോഴും രക്ഷിതാക്കളൊക്കെ തിരിച്ചു പറയാ കുട്ടിയെ പിടിക്കാൻ ആരോ വരുന്നുണ്ടോ നോക്കാം. പക്ഷെ ഏറ്റവും വലിയ സൈക്കോളജി ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് അതല്ല. ഓരോ 2-3 സ്റ്റെപ്പ് കഴിയുമ്പോഴും തിരിഞ്ഞു നോക്കുന്നത് നമ്മൾ ലൈക്ക് പറയുന്നുണ്ടോ, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത അവൻ വീടിന്റെ ഏറ്റവും മുകളിൽ വരെ കയറും. കുട്ടി അപ്രീസിയേഷൻ ആരാ ആഗ്രഹിക്കാത്ത? നമ്മളൊരു പോസ്റ്റ് ഇട്ട എത്ര പേര് ലൈക്ക് ചെയ്യുന്നല്ലേ നമ്മൾ നോക്കുക, അല്ലേ? ആരൊക്കെ കണ്ടിക്കുന്നു നോക്കും. സ്റ്റാറ്റസ് ഇട്ട് ആരൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ആരൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ അടിപൊളിയായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോള് ഓക്കെ, ഡിസ്കണക്ട് ആയിട്ടില്ലല്ലോ? ഇല്ല സാർ. ഓക്കെ. അപ്പൊ നമ്മള് ഓരോ മനുഷ്യനും അപ്രീസിയേഷൻ ആഗ്രഹം. നല്ലത് പറഞ്ഞാൽ വീട്ടിലൊരു കറി വെച്ചാലും നല്ലതെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് എന്ത് സന്തോഷമല്ലേ?
നേരെ തിരിച്ചും അങ്ങനെയാ. എന്തെങ്കിലും ഒരു സാധനം വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു വന്നാലോ എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കൊടുത്താലും തിരിച്ചും പക്ഷെ പലപ്പോഴും പറയാറില്ല. കുട്ടികളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. കുറെ ഇങ്ങനെ ചിത്ത പറയുമ്പോൾ ഒരു അപ്രീസിയേഷൻ എങ്കിലും അതിന്റെ ഇടയിൽ കണ്ടെത്തണം എന്നാണ്. ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ ഇതിൽ വലിയ റോൾ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു സമയത്തൊക്കെ ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം കുട്ടിക്ക്. എന്നിട്ട് അതൊരു ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലോ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇടുക, സ്റ്റാറ്റസ് ആക്കുക. ആ ഒരൊറ്റ കാര്യം മതിയാവും ചിലപ്പോൾ അടുത്ത സക്സസിലേക്ക് പോകാൻ. മാക്സിമം നമുക്ക് കിട്ടുന്ന ചാൻസുകൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 4 ഡോൺസും കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡു നോട്ട് ഷൗട്ട് അറ്റ് ദം. വല്ലാതെ നമ്മൾ അവരെന്ത് ചെയ്യരുത്, ഷൗട്ട് ചെയ്യരുത്, അല്ലാതെ സൗണ്ട് ചെയ്യും. ഒരാൾക്ക് ഒരു അമിതമായിട്ടുള്ള ഒരു സൗണ്ട് കേട്ടാൽ 24 hours അതിന്റെ ഒരു സ്ട്രോക്ക് ഉള്ളിൽ, ഒരു പ്രോബ്ലം ഉള്ളിൽ ഉണ്ടാവുന്നു. 24 മണിക്കൂറെ ആ സൗണ്ടിന്റെ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാമായിട്ട് ഇരിക്കാം. പെട്ടെന്ന് പുറകുന്നൊക്കെ ഒരാൾ വന്നിട്ട് നമ്മളെ ചെവിയിലോ തൊട്ടടുത്ത് വെച്ചിട്ട് വലിയൊരു സൗണ്ട് ഉണ്ടാക്കി. അപ്പോ ഇങ്ങനെ ഒരു വലിയ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അയാളോട് ഒരു ദേഷ്യം പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു ദേഷ്യം ഉള്ളിൽ തോന്നൂലേ? വലിയ സൗണ്ട് എപ്പോഴും പേടിയാണ്. അപ്പൊ ഒരു വല്ലാതെ സൗണ്ട് ഉണ്ടാവുന്ന വീട്ടില് അവൻ ആ ഷൗട്ടിന്ന്, ആ വലിയൊരു പ്രോബ്ലത്തിൽ നിന്ന് ക്ലിയർ ആവണമെങ്കിൽ കുറെ സമയം എടുക്കും. അപ്പോഴേക്ക് അവന്റെ ഒരുപാട് ടൈം ഇതായി പോയിട്ടുണ്ടാവും, വേസ്റ്റ് ആയി പോയിട്ടുണ്ടാവും. രണ്ടാമത്തെ ഡോണ്ട്, ഡു നോട്ട് ലൈ അറ്റ് ദം. പലപ്പോഴും പിന്നെ ഇപ്പൊ വീട്ടിലൊക്കെ എപ്പോഴും എക്സാമ്പിൾ പറയുന്നതാണ്, ആരെങ്കിലും പിരിവാരൊക്കെ വന്നാല് മോനോട് പറയും ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞേക്കുന്നത്. കള്ളത്തരം പറയാൻ നമ്മൾ ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഒരുപാട് പലതും ചെയ്യരുതെന്ന് മീൻസ് നമ്മൾ തന്നെയാണ് മാതൃകയായി കൊടുക്കുന്നത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു വ്യക്തിനെ ഇന്ത്യയിൽ നടന്ന സംഭവം, ഒരു വ്യക്തിനെ തൂക്കിക്കൊല്ലാന് പിന്നെ വലിയ പ്രോബ്ലത്തിൽ, വലിയ പ്രശ്നത്തിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ട് അവസാനമായിട്ട് അയാൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എന്റെ അമ്മയെ ഒന്ന് കാണണമെന്നാണ്. അമ്മയെ ഒന്ന് കാണണം, അവസാനത്തെ ആഗ്രഹം അല്ലേ എന്ന് വിചാരിച്ചിട്ട് അമ്മയെ കൊണ്ടുവന്നു. തൂക്കിക്കൊല്ലാൻ നിശ്ചയിച്ചിട്ടുള്ള ദിവസത്തിന്റെ തൊട്ട് തലേ ദിവസം. അങ്ങനെ അവസാനത്തെ സംഭാഷണം അല്ലേ എന്ന് കരുതി പോലീസുകാരൊക്കെ ഒന്ന് മാറി നിന്നു. കാരണം അമ്മയും മകനും തമ്മിലുള്ള അവസാനത്തെ ഇനി കാണില്ല, ഈ മകന് ഇനി ഈ ലോകത്തില്ല. കാരണം നാളെ ആ കുട്ടി അയാളുടെ പിന്നെ മരണം ഉറപ്പാക്കും. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ പോലീസുകാർ കുറച്ചൊന്ന് മാറി നിന്ന സമയത്ത് ഈ കുറ്റവാളി ജയിലിന്റെ ഉള്ളിൽ, കമ്പിക്ക് ഉള്ളിലാണ്. അമ്മ കമ്പിയുടെ പുറത്താണ്. പക്ഷെ അവർക്ക് തൊട്ടടുത്ത് ഇങ്ങനെ കാണാം വലിയൊരു അട്ടഹാസ കരച്ചില്, അമ്മയുടെ കരച്ചിലായിരുന്നു. കരച്ചിൽ കേട്ടിട്ട് പിന്നെ പോലീസുകാരൊക്കെ ഓടിപ്പോയി അവിടെ നോക്കിയപ്പോ ഒരു കൈകൊണ്ട് ഇങ്ങനെ അമ്മയുടെ കഴുത്ത് ഇങ്ങനെ ഞെരുക്കി പിടിച്ചിട്ടുണ്ട് അത്ര. എന്നിട്ട് പിന്നെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഞെരുക്കി പിടിച്ചിട്ട് തലയിങ്ങോട്ട് അമർത്തിയിട്ട് ഒരു ചെവി കടിച്ചു മുറിച്ചു. ആ അമ്മയുടെ ചെവി കടിച്ചിട്ട് ആ മകൻ പകുതി മുറിഞ്ഞിട്ടുണ്ട്. അപ്പോ പോലീസുകാരൊക്കെ വല്ലാതെ ചോരക്കിങ്ങനെ ഒഴുകുന്നുണ്ട്. അവരെ മാറ്റിയിട്ട് ചോദിച്ചത്രേ എന്താണെന്ന് ചോദിച്ചപ്പം ഈ മകൻ അതിന് മറുപടി പറഞ്ഞത്, ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ എന്നെ നാളെ തൂക്കിക്കൊല്ല ഈ ഒരു സ്റ്റേജിലെത്താൻ കാരണം എൻ്റെ ഈ അമ്മയാണ്. ചെറുപ്പത്തിൽ ഞാൻ ചെറിയ മോഷണം കള്ളത്തരൊക്കെ നടത്തിയായിരുന്നു. അപ്പോ ആ കള്ളത്തരൊക്കെ നടത്തുമ്പോ അമ്മ അതിന് വേണ്ടാന്ന് പറഞ്ഞില്ല, എതിർത്തില്ല. അങ്ങനെ ആ ചെറിയ കള്ളത്തരങ്ങൾ എൻ്റെ ഉള്ളില് വലിയൊരു മോഷ്ടാവായി, ഒരു കള്ളനായി, ഒരു തീവ്രവാദി ലെവലിലേക്ക്, ആ ഒരു രൂപത്തിലേക്ക് എന്നെ മാറ്റി. അപ്പൊ ചെറുപ്പത്തിൽ ഈ അമ്മ എങ്ങാനും എന്നെ എതിർത്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന്
ഈ മരണം കാത്തിട്ട് ഈ ജയിലിൽ കഴിയില്ലായിരുന്നു. കുട്ടികളെ നല്ലതും പഠിപ്പിക്കുന്നതും ചീത്ത പഠിപ്പിക്കുന്നതും ഒക്കെ കള്ളത്തരം പഠിപ്പിക്കുന്നതും ഒക്കെ ആര് തന്നെയാണ്. ഡു നോട്ട് ബ്ലെയിം ഓൺ ദെയർ മിസ്റ്റേക്സ്. ചെറിയ മിസ്റ്റേക്കുകൾക്കൊന്നും നമ്മൾ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അവരെ എന്താണ് ആ മിസ്റ്റേക്ക് എന്നുള്ള ലേണിംഗ് കുട്ടിക്ക് കിട്ടട്ടെ. ബട്ട് ഓൾവേസ് നെവർ ബ്ലെയിം ദം. എപ്പോഴും നമ്മൾ എന്താക്കാതിരിക്കാം, അവരെ പിന്നെ കുറ്റപ്പെടുത്താതിരിക്കാം. ഇഷ്ടം പോലെ പാരന്റിംഗ് ട്രെയിനിങ്ങിൽ നമ്മൾ കേട്ട തോമസ് ആൽവ എഡിസൺ. ആ തോമസ് ആൽവ എഡിസൺ എഡിസന്റെ ടീച്ചർ എഡിസന്റെ ചെറുപ്പത്തിൽ എഴുതി കൊടുത്ത കത്തിലുണ്ടായിരുന്നത്, ഈ കുട്ടി പിന്നെ തീരെ മണ്ടനാ, വലിയ മണ്ടനാണ്. ഈ കുട്ടിയെ പഠിപ്പിക്കാൻ, ഈ കുട്ടിക്ക് ബുദ്ധിയില്ല, പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ മതി, സ്കൂളിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ആൽവ എഡിസൺ ആണെങ്കിൽ നിരന്തരം ഒരു പരീക്ഷണത്തിന്റെ പിന്നെ എല്ലാം ഒരു എക്സ്പെരിമെന്റൽ മൈൻഡോട് കൂടി കാണുന്ന കുട്ടിയായിരുന്നു. അപ്പം എന്തിനും തർക്കുത്തരം ചോദിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും നേരെ ചെയ്യേണ്ടതൊക്കെ പിന്നെ വിപരീത രൂപത്തിൽ ചെയ്യുന്ന കുട്ടിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കത്ത് കിട്ടി, അമ്മക്ക് കിട്ടിയിട്ടും അമ്മ ആ കത്ത് വായിച്ചത്, നിനക്ക് ഒരുപാട് ബുദ്ധിയുണ്ട്, നിന്നെ വളർത്താനുള്ള, നിന്നെ പഠിപ്പിക്കാനുള്ള ഒരു ഫെസിലിറ്റി ആ സ്കൂളിൽ ഇല്ല, അതുകൊണ്ട് മോന് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പഠിച്ചാൽ മതി, അതിന് വേണ്ട ബുക്കൊക്കെ ഞാൻ വാങ്ങിത്തരാം. അന്ന് ആ ആൽവ എഡിസൺ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ബ്ലെയിം ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറ്റമായിട്ട് അമ്മ കണ്ടിരുന്നെങ്കിൽ, ലോകത്ത് ആയിരക്കണക്കിന് സയന്റിഫിക്കൽ റിസർച്ച് അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുകൾ നടത്തിയ ആൽവ എഡിസനെ ഈ ലോകത്തിന് കിട്ടില്ലായിരുന്നു. ആ അമ്മ മരിച്ചപ്പം പിന്നെ അമ്മയോടുള്ള ആ സ്നേഹത്തിലും ഒക്കെ അമ്മയുടെ പഴയ സാധനങ്ങളൊക്കെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ഇരുമ്പിന്റെ പെട്ടി തുറന്നു നോക്കിയപ്പോഴാണ് അത്ര ആ കത്ത് കിട്ടി. നമ്മളൊക്കെ കേട്ട കഥയാണ്. എന്നാലും ഇവിടെ ഈ പാരന്റിങ് ട്രെയിനിങ്ങിൽ അത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതിൽ എഴുതിയത് പിന്നെ തോമസ് ആൽവ എഡിസൺ അതായത് ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് എന്നുള്ള രൂപത്തിൽ ആ കത്ത് എഴുതിയത്. പക്ഷെ അമ്മ അന്ന് ആ രൂപത്തില് മോനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രൂപത്തില്, നന്നാക്കുന്ന രൂപത്തില് പറഞ്ഞു. പിന്നീട് തോമസ് ആൽവ എഡിസൺ അയാളുടെ കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നത്രേ, ഒരു മണ്ടനായ കുട്ടിയായിരുന്നു തോമസ് ആൽവ എഡിസൺ, പക്ഷേ ഒരു നല്ല അമ്മയുടെ കാരണം കൊണ്ട് ഈ ലോകം അറിയപ്പെടുന്ന ഒരു വലിയ സയന്റിസ്റ്റ് ആയിട്ട് മാറി. ഏതൊരാളുടെ വിജയത്തിന് മുന്നിലും ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയാറില്ലേ? അതാ ഏതോ ഒരു സ്ത്രീ ഒന്നുമല്ല കേട്ടോ, അത് അവന്റെ അമ്മ തന്നെ, വേറെ ആരുമല്ല, അവന്റെ അമ്മ തന്നെ. ഇതിനോട് കമ്പയർ ദം വിത്ത് അതേഴ്സ്. എന്ത് ചെയ്യാതിരിക്കാം? താരതമ്യം ചെയ്യാതിരിക്കാം. കുട്ടികൾ താരതമ്യം വല്ലാതെ ചെയ്യപ്പെടാറില്ല. ചിലപ്പോൾ അവരെ കൂട്ടുകാരായിട്ട് താരതമ്യം ചെയ്യും. ചിലപ്പം ഏറ്റവും അവർക്ക് വിഷമം ഉണ്ടാക്കുന്നത് സ്വന്തം വീട്ടിലെ മക്കളുമായിട്ട് താരതമ്യം ചെയ്യുന്നു, ഏട്ടനും അനിയനും ഒക്കെ ആയിട്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പറയണം. എല്ലാ ട്രെയിനിങ്ങിലും പറയുന്നതാണ്, പക്ഷെ കമ്പാരിസൺ പറഞ്ഞേ പറ്റും. എല്ലാ വീട്ടിലുള്ള ഉണ്ടാവുന്ന പ്രോബ്ലം അഡ്രസ് ചെയ്തേ പറ്റും. നമ്പർ 1 പോയിന്റ് ആയിട്ടുണ്ട്, അത് പറയണം. കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മളൊരു വീട്ടിലേക്ക് ഒരു വിരുന്ന് പോവാം. ആ വീട്ടിലേക്ക് സമ്മാനം വാങ്ങി, നല്ലൊരു സമ്മാനപ്പൊതി വാങ്ങി. തൊട്ടടുത്ത വർഷമോ പിറ്റേത്തെ വർഷമോ നമ്മൾ സെയിം വീട്ടിലേക്ക് പോകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അതേ സമ്മാനം വാങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കൂലേ? യെസ് ഓർ നോ? ശ്രദ്ധിക്കുമല്ലേ? രണ്ടാമത് ഒരേ വീട്ടിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കും. ശരിക്കും പടച്ചോൻ തന്ന സമ്മാനപ്പൊതിയല്ലേ നമ്മുടെ മക്കള്? അപ്പം ഈ ലോകത്തൊക്കെ സൃഷ്ടിച്ച ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന അള്ളാ എന്ന് നമ്മൾ വിളിക്കുന്ന ആ പടച്ചോൻ നമുക്കൊരു സമ്മാനം തരുമ്പോ ഒരേ സമ്മാനം തരുമോ? ഒരിക്കലും തരൂല. വ്യത്യസ്തമായിട്ടുള്ള സമ്മാനങ്ങളെ തരൂ. അതിന്റെ വ്യത്യസ്തതയോട് കൂടിയിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. എത്രത്തോളം വ്യത്യസ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ലോകത്ത് ഇന്നേ വരെ ഒരു മനുഷ്യന് ഈ വിരലിന്റെ ഈ തമ്പിന്റെ ഇവിടെയുള്ള വരല്ലേ, കോടാനുകോടി ഇതിനു മുമ്പ് ജനിച്ച് മരിച്ചുപോയ ആൾക്കാർക്ക് ഈ പാറ്റേണിലല്ല ഈ വരള്ളത്. ഇനി ജനിക്കാൻ പോകുന്നവർക്കും ഈ പാറ്റേൺ അല്ല. ഇത്രയും യുണീക്കാ, ഇത്രയും ഡിഫറെന്റാ. അപ്പൊ പിന്നെന്തിനാ കമ്പയർ ചെയ്യുന്നത്? സൈക്കിളും കാറും തമ്മിൽ
കമ്പയർ ചെയ്യാറുണ്ടോ? കുതിരയും ആനയും തമ്മിൽ കമ്പയർ ചെയ്യാറുണ്ടോ? ഇല്ല. അതൊക്കെ ഡിഫറെന്റാ. ഇതേപോലെ മക്കളും ഡിഫറെന്റാ. നെവർ കമ്പയർ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് 4 ഡൂസും 4 ഡോൺസും ആണ്. Show them how to love, spend quality time, be a good listener, be a friend, accept and appreciate them. And for don'ts are shout, do not shout at them, do not lie at them, do not blame on their mistakes, and do not compare with others. Anyhow, മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷ, വല്ലാത്തൊരു പ്രതീക്ഷ. നാളെ നമ്മളെ നയിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ അവർക്ക് കൊടുക്കണ ഓരോ മണിച്ചോറ് അല്ലെ ഓരോ ഉരുള പോലും ഒരു പ്രതീക്ഷയാണ്. വലിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ നമ്മളെ മൈൻഡിലുണ്ടാവും. പക്ഷേ പലപ്പോഴും നമ്മളെ മിസ്ബിഹേവ് കാരണം, അല്ലെങ്കിൽ റോങ് ഇന്റർപ്രിട്ടേഷൻ, അല്ലെങ്കിൽ റോങ് ഡിസിഷൻ, അല്ലെങ്കിൽ ക്വിക്ക് റെസ്പോണ്ട്, ഈഗോ, അങ്ങനെ എന്തൊക്കെ പ്രോബ്ലം ആണെന്ന് പേരിട്ട് വിളിക്കേണ്ടത് എനിക്കറിയില്ല. പലതും കാരണം നമ്മൾ എന്ത് പോവാറുണ്ട്, നമ്മളല്ലാതായി പോവാറുണ്ട്. ഫൈനലി ദർ ഇസ് ഓൺലി വൺ സൊല്യൂഷൻ. ഇത്രേ ഉള്ളൂ. മനുഷ്യന്റെ മനസ്സിലൊരു തീരുമാനം എടുക്കേണ്ട സമയത്ത് അത് കുട്ടിക്ക് എതിരാണെങ്കിൽ, കുട്ടിക്ക് ദുഷ്യമായിട്ട് ഫലിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് ഒരിക്കലും എടുക്കാതിരിക്കാം, ചിന്തിക്കാം. പലപ്പോഴും അതൊന്ന് ആ ഒരു മൈൻഡിൽ കൊടുക്കുന്ന ഒരു സമയമില്ലേ, കുറച്ചൊരു സമയം ഒന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ, ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമ്മളൊക്കെ ആ തീരുമാനം മാറ്റാം. നല്ലതായിട്ട് ഭവിക്കുന്നതാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചൊരു സമയം എടുത്ത് ആലോചിച്ചിട്ട് അതിൻ്റെ ഡിസിഷൻ, തീരുമാനങ്ങൾ നടപ്പിലാക്കണം. അങ്ങനെയാവുമ്പോൾ പല പാരന്റിങ്ങിലും നല്ല ഒരു മാറ്റം വരുത്തുന്നു. നല്ല സമയം എടുത്തിട്ട് ബറാക് ഒബാമ പോലത്തെ, ന്യൂസിലാൻഡിലെ പ്രസിഡന്റ് പോലത്തെ ഒരുപാട് ഫേമസ് ആൾക്കാരൊക്കെ ടൈം കൊടുക്കുന്നുണ്ട്. പിന്നെന്താ നമുക്ക് കൊടുത്തത്? നന്നായി പാരൻസിന് അവയർനെസ് കൊടുക്കുന്ന നല്ല ട്രെയിനേഴ്സ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഒരു 2-3 മിനിറ്റ് ഇഫ് യു നീഡ് നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാം. ഷീൻ്റെ ഒരു സ്റ്റൈൽ ആയതുകൊണ്ടാണ്. ഫെമിന ആരാണ് പിന്നെ ഉള്ളത്? പിന്നെ നിങ്ങൾ തന്നെയാണോ കോർഡിനേറ്റ് ചെയ്ത്? വേറെ ആരെങ്കിലും ഉണ്ടോ? ഷീൻ്റെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? സാർ ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലാസ്റ്റ് അവസരം ഉപയോഗിക്കായിരുന്നു. ഓഫ് കോഴ്സ് ഐ ആം റെഡി. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ച് ഒന്ന് ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സിനാനൊന്ന് സംസാരിക്കുമോ? പിന്നെ ഇതിന്റെ PPT കിട്ടുവാ? ഓ PPT നോ മാറ്റർ. ഇതിപ്പോ ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു PPT ആണ്. ഇതൊന്നും അല്ല ഈ PPT. ഓക്കെ, പക്ഷെ ഇത് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇത് നിങ്ങൾ എടുത്തോ, മീൻസ് നിങ്ങൾ ഇത് ഉപയോഗിക്കരുത്. ഇതൊരു പാരന്റൽ ട്രെയിനിങ്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് വിശദമായിട്ട് എഴുതിയെടുക്കാലോ. നോ പ്രോബ്ലം. പിന്നെ ഇതിന്റെ റെക്കോർഡ് ഉണ്ടോ ക്ലാസിന്റെ? റെക്കോർഡിന്റെ ഒന്നും ആവശ്യമില്ല. ഷബാബ് ഈസ് ഹിയർ, മെനി പാരന്റൽ ട്രെയിനേഴ്സ് ആർ ഹിയർ. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ട സമയത്ത്. റെക്കോർഡ് ഇല്ലല്ലോ? റെക്കോർഡ് ഉണ്ടാവില്ല. ഗൂഗിൾ മീറ്റ് അല്ലേ? റെക്കോർഡ് ഇല്ല? റെക്കോർഡ് ഉണ്ടാവില്ല, ഗൂഗിൾ മീറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു സാറേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങള്? പിന്നെ നമ്മള് പാരന്റ്സ് എല്ലാം ചെയ്യുമ്പോഴ്, പാരന്റ്സിന് വേണ്ടി നമ്മളൊക്കെ പറയുമ്പോഴ് ഇതെല്ലാം നമ്മള് തിയറിറ്റിക്കലായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ അവരോട് പറയുമ്പോഴ്
അവരിൽ നിന്നുള്ള ഒരു ചോദ്യം നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്താണെന്നറിയാം? ഇതൊക്കെ തിയറിറ്റിക്കലായിട്ട് പറയാൻ പറ്റും, പ്രാക്ടിക്കലായിട്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ അങ്ങോട്ട് നടക്കണ കാര്യമാണോ എന്നുള്ള ഒരു സംഗതി വരാറ്. അത് പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഞാനത് പർപ്പസ്ഫുള്ളി പറഞ്ഞതാ. കാരണം പലതും ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം പിടിച്ചു പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് എതിർത്തു പോവുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണല്ലോ മിസ്പാരന്റിങ് ആയിട്ട് വരാറ്. ആണോ? അതല്ലേ അവർക്ക് നടപ്പിലാവാൻ പറ്റുന്നില്ല എന്ന് പറയാറ് പാരന്റ്സിന്. അപ്പോ നമ്മൾ അങ്ങനത്തെ ഇപ്പോ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണെങ്കിലൊക്കെ നിന്നെടുത്ത് ഇരിക്കുക, അല്ലെങ്കിൽ വുളു ചെയ്യാന്നൊക്കെ പറയാറില്ലേ. എന്തിനാണെന്ന് ചോദിച്ചാൽ കുറച്ചൊരു സമയത്തേക്ക് ഒരു ഡിലേ, ആ ലെവലിലൊന്നും മാറ്റം വരുത്താൻ. അതാ ഞാൻ ലാസ്റ്റ് പറഞ്ഞേ. നമ്മള് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തു പോകുന്നതിന് പകരം ആ ആക്ട് ചെയ്യുന്നതിന്, ആ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു സ്ട്രോക്ക് ഇല്ല, മൈൻഡിൽ വരുന്ന സ്ട്രോക്ക്, അതിന്റെയും ആക്ട് ചെയ്യുന്നതിന്റെയും ഇടയിൽ ഒരു സമയം ഉണ്ടാക്കിയെടുക്കാൻ പാരന്റ്സ് എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒഴിവായി കിട്ടും. 100% നടപ്പിലാവില്ലെങ്കിലും അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്കോപ്പ് കേട്ടോ. ഇതിന്റെ സ്കോപ്പും അതുകൊണ്ട് തന്നെ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അവയർനെസ് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നാലേ ഇത് വീണ്ടും വീണ്ടും ഓർമ്മ വരും. ഓക്കെ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ പകുതി കഴിഞ്ഞിട്ടാണ് കയറിയത്, കാരണം എനിക്ക് ഡ്യൂട്ടിയുടെ ഇടയിൽ കുറച്ചധികം അഡ്മിഷനൊക്കെ ആയ കാരണേ ഒത്തിരി തിരക്ക്. പക്ഷെ കേട്ടിടത്തോളം നന്നായിട്ടുണ്ട്, എനിക്ക് സന്തോഷമായി. ഞാനിപ്പോ ഈ ഒരു സംശയം സ്വാഭാവികമായിട്ട് എല്ലായിടത്തും അഭിമുഖീകരിക്കുന്ന ഒരു സംശയം ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. ഓക്കെ, സാറിന് വളരെ നന്ദിയുണ്ട് വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഞങ്ങളോടൊപ്പം. താങ്ക് യു. ഹലോ സാർ, പ്ലീസ്. എൻ്റെ പേര് ഫാത്തിമ. സാറിൻ്റെ സെഷൻ വളരെ നല്ലൊരു സെഷനായിരുന്നു. ഇപ്പോൾ കുട്ടികളുടെ വിഷയത്തിൽ ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ചോദിച്ചിരുന്നല്ലോ, പല പേരൻറ്റിങ്ങും പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും ഞങ്ങളുടെ മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് പേരൻസിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷെ ഇതിൽ കുട്ടികളെ നമ്മൾ വിചാരിച്ചെടുത്ത് എത്തിക്കണമെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ലൊരു ബോണ്ടിങ്ങിലല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളെ നമ്മൾ വിചാരിച്ചെടുത്ത് എത്തിക്കാൻ പറ്റില്ല എന്നുള്ള വലിയൊരു പോയിന്റാണ്. വളരെ വലിയ പോയിന്റാണ്. കാരണം അവർക്ക് അവിടെ നിന്ന് കിട്ടേണ്ട സാധനം, ആ മിസ്സാവുന്ന സാധനം കുട്ടികളെ എങ്ങനെ വളർത്തിട്ടാന്ന് വെച്ചാൽ എനിക്ക് 2 ദിവസം മുമ്പ് ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ മുന്നിൽ ഒരു 21 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീനെ കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുവന്നിരുന്നു. ആ സമയത്ത് അവര് പറയുന്നത് ആ കുട്ടീനെ അത്രയും ദീനി ചിട്ടയിൽ വളർത്തിയതാണ്. പിന്നെ ആ കുട്ടിയെ എന്താണ് അവര് ചിന്തിക്കുന്നില്ല, കുട്ടി ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് പോകുന്നുള്ളത്. ഒരു പെൺകുട്ടിയാണ്, നിക്കാബൊക്കെ ഇട്ടിട്ട് വളരെ ദീനിയായിട്ട് വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ കല്യാണം ഉറപ്പിച്ചിട്ട് 8 മാസം ആയി. ഇപ്പോൾ ആ കുട്ടി പറയുന്ന കല്യാണം വേണ്ടാന്ന് പറയുന്നു. പിന്നെ ആ കുട്ടീൻ്റെ ആങ്ങൾക്ക് വേറൊരാളുടെ കോള് വരുന്നു, ഈ കുട്ടിയും വേറൊരു പയ്യനുമായിട്ട് പ്രണയത്തിലാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ അവര് അതെ. അപ്പൊ ആ കുട്ടിയെ സംസാരിച്ച് നോക്കുമ്പോ വീട്ടില് ഉമ്മയും ബാപ്പയും നല്ല സ്വരച്ചേർച്ചയിലല്ല ജീവിക്കുന്നത്. അപ്പൊ ഈ പേരൻസ് അത്ര ഒരു രീതിയിലാകുന്ന സമയത്ത് പിന്നെ കുട്ടികളെ സ്നേഹിക്കാൻ അവർക്ക് സമയം, അവർക്കുള്ള അതിന് മനസ്സും വരുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ വലിയൊരു പോയിന്റ് അവിടെയാണ് കിടക്കുന്നത്. സെയിം കേസ് എല്ലായിടത്തും ഉള്ളത് സെയിം കേസുകൾ തന്നെയാണ്. ഇങ്ങനത്തെ കുറെ കേസുകൾ പലരും പറയാറുണ്ട്. അത് ഡെയിലി ഉണ്ടാവുന്ന പ്രശ്നമാണ്. ഇങ്ങനത്തെ കേസുകൾ സ്ഥിരം ഉണ്ടാവുന്നതാണ്. സാർ, അതുപോലെ നമ്മള് ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മളോട് പേരൻസ് പറയാറുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, കുട്ടികളെ ചില സമയത്ത് ഈ മൂത്ത കുട്ടികളൊക്കെ ക്ലാസ്സിൽ കുറച്ച് പിന്നോട്ടൊക്കെ നിൽക്കും. അപ്പൊ അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ പറയുന്ന താഴെയുള്ള കുട്ടികളോട് നന്നായിട്ട് പെരുമാറുന്നുണ്ട്, ഞങ്ങളെ ഇഷ്ടമില്ല വീട്ടുകാർക്ക് എന്നുള്ളൊരു തോന്നല്. അപ്പൊ വീട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയും നമ്മളെല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്തിട്ട് കൂടി അവരിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ട് എന്ന്.
അപ്പൊ അതിനെങ്ങനെ മറികടക്കാം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ശരിക്ക് അതൊരു പിന്നെ അതിന്റെ ഒരു വിഷയം എന്റെ ക്ലാസ്സിൽ വരെ ഈ ഒരു കേസുകൾ ഞാൻ 3-4 കുട്ടികളുടെ കേസിൽ ഞാൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കുട്ടികളൊക്കെ ചിലപ്പോൾ ഒരു പ്രായം വരെ ഈ കുട്ടിക്ക് മൂത്ത കുട്ടിക്ക് മാത്രമായിരിക്കും സ്നേഹം കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അത് ഷെയർ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ കെയർ ചിലപ്പോൾ പിന്നെ പാരൻസിന്റെ അടുത്തായിരിക്കില്ല വലിയ കുട്ടി കിടക്കുക, വേറെ ആയിരിക്കും. അപ്പോൾ ഇവന് കിട്ടേണ്ടതൊക്കെ ഷെയർ ചെയ്തോയോ എന്നുള്ള ആ ചെറു പ്രായത്തിൽ അവന്റെ ഉള്ളിൽ അവളുടെ ഉള്ളിൽ വരുന്ന ഒരു സാധനമുണ്ട്. ഞാൻ പറഞ്ഞു 7 വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ വലിയ പ്രോഗ്രാമിംഗ് നടക്കുക. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ചില തോട്ടുകൾ ഒക്കെ, അതായത് രണ്ടാമത്തെ കുട്ടി 3-ാമത്തെ കുട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന അവന്റെ തോട്ടുകൾ അവന് വലുതായാലും അതിൽ നിന്ന് മാറ്റാൻ ചിലപ്പോൾ ഉണ്ടായിക്കോളും. പിന്നെ അവൻ ആ ഏരിയയെ കുറിച്ച് പഠിച്ച് ചിലപ്പോൾ മനസ്സിലാക്കി എടുക്കുക എന്നല്ലാതെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോ അത് കുട്ടിയെ അഡ്രസ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. എനിക്ക് ഈ സെയിം കേസ് കഴിഞ്ഞ ഒരു 4 മാസം മുന്നേ വന്നപ്പോൾ, പിന്നെ ആദ്യം ഞാൻ ഉപ്പ ഗൾഫിലാണ്, ഉമ്മ നാട്ടിലാണ്. അപ്പോൾ അവരുടെ പിന്നെ ഉപ്പാന്റെ വാട്സപ്പിലെ പ്രൊഫൈൽ ഫോട്ടോ, ഇളയ മോന്റെ ഒരു മൂത്ത മോള് 12ാം ക്ലാസ്സിലെ മോളും 6ാം ക്ലാസ്സിലെ ഒരു മോനും ഉള്ളത്. 6ാം ക്ലാസ്സിലെ മോന്റെ ഫോട്ടോ ആണ് വാട്സപ്പ് പ്രൊഫൈലിലുള്ളത്. ഞാൻ പുള്ളിയോട് ഇങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു, അങ്ങനെയാണ് നിൽക്കും തോന്നുന്നുണ്ട്, നിങ്ങൾ ചെറിയ കുട്ടികളാണ് കൂടുതൽ സ്നേഹിക്കുന്നത് തോന്നുന്നുണ്ട്, അല്ലാതെ നിങ്ങൾ വാട്സപ്പ് പ്രൊഫൈലില് ചെറിയ മോന്റെ ഫോട്ടോ മാത്രം ഇങ്ങനെ വെക്കുക, ഒന്നുകിൽ നിങ്ങളത് വെക്കുക, അല്ലെങ്കിൽ രണ്ടാളുടെ വെക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോട്ടോ വെക്കുക. ഇതൊരു കുട്ടീന്റെ മാത്രം എന്തിനാ വെച്ചതെന്ന് ചോദിച്ചപ്പോ അന്ന് ആ പുള്ളി മാറ്റി. കാരണം ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ പിന്നെ ഡെയിലി വൈഫിനെ വിളിക്കുന്ന സമയത്ത് കുറച്ചൊരു സമയം മൂത്ത മോളോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒക്കെ ആ വീട്ടിൽ കൊണ്ടുവന്നപ്പം കുറേ സമാധാനം ആ വീട്ടിലുണ്ട്. എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡന്റിന്റെ അവസ്ഥയാണ് പറയുന്നത്. +2 ക്ലാസ് ടീച്ചർ ആയിരുന്നു. ഇപ്പൊ ജസ്റ്റ് പാസ് ഔട്ടായി. അപ്പോൾ ഇത് നമ്മൾ എന്താ സാധനം എന്ന് കണ്ടെത്തി അഡ്രസ് ചെയ്യുക തന്നെ വേണം. കുട്ടിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ തോന്നൽ മാറ്റി കൊടുക്കുക എന്നുള്ളത് പാരൻസിന്റെ കർത്തവ്യം. അത് ഇങ്ങനെ ഒന്നുമല്ല ഞങ്ങൾ ഇങ്ങനെ പെരുമാറലുള്ളൂ, എന്നിട്ടും അങ്ങനെ എന്നൊന്നും പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞെടുക്കുന്നതിന് പകരം എന്ത് കാരണമാണെന്ന് കണ്ടെത്തിയിട്ട് അത് അഡ്രസ് ചെയ്യാന്നുള്ളത് ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പേരൻസിന്റെ കൗൺസിലേഴ്സിന്റെ ഭാഗത്തുനിന്ന് അറിയാതെ വരുന്ന ഒരു ബിഹേവിയർ തന്നെയാണിത്, പെരുമാറ്റ രീതികൾ തന്നെയാണിത്, മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തതുകൊണ്ടാണ് നേരത്തെ അത് സാറ് പറഞ്ഞ മനസ്സിലാക്കണം. പോലെ കമ്പാരിസം, അതായത് നമ്മൾ അറിയാതെ പറഞ്ഞു പോവും, ഇവൻ അവനെ പോലെ അല്ല, അവന് കുറച്ചും കൂടി മെച്ചൂരിറ്റി ആണ് എന്നുള്ളത് അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ട് വരുന്നത് പ്രശ്നം തന്നെയാണത്. മൂത്ത കുട്ടിയുടെ ഒരു ആൽഫ്രഡ് അഡ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അതായത് ബർത്ത് ഓർഡർ സൈക്കോളജിയാണ് പുള്ളി എഴുതിയത്, വലിയ ബുക്ക് എഴുതിയത് ബർത്ത് ഓർഡർ. അതായത് വീട്ടിലെ ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടിയൊക്കെ തമ്മിലുള്ള സൈക്കോളജിയിൽ ഉണ്ടാവുന്ന മാറ്റം. അതിൽ പറയുന്നത് ആദ്യത്തെ കുട്ടി എപ്പോഴും കുറച്ചൊന്ന് പുറകിലേക്കായിരിക്കും, എല്ലാത്തിനും വർത്താൻ പറയൽ കുറവായിരിക്കും, പിന്നെ ഫ്രണ്ട്സിന്റെ എണ്ണം കുറവായിരിക്കും, എന്ത് പറഞ്ഞാലും ചിലപ്പം അവന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, എല്ലാത്തിനും ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും. പക്ഷെ 3ാമത്തെ 4ാമത്തെ കുട്ടിയൊക്കെ എവിടെ പോയാലും 4 കാൽമേലേ പോകും. പിന്നെ അവന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ എല്ലാത്തിലും ഉഷാറാണ്, ചാടി ഓടി കയറി. പിന്നെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ചാൽ 12 മണിക്ക് വിടുമെന്ന് പറഞ്ഞാൽ 12:05 ബസ് കിട്ടുമോ, 12:05 ബസ് കിട്ടിയാൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ പുതിയ ബസ് കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ വല്ലാണ്ട് കൺഫ്യൂഷനൊക്കെ ചോദിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് മിക്കവാറും മൂത്ത കുട്ടിയായിരിക്കും. അപ്പൊ ഈ ആൽഫ്രഡ് അഡ്ലറിന്റെ ബർത്ത് ഓർഡർ സൈക്കോളജി എന്ന് പറഞ്ഞ സൈക്കോളജിയിൽ പറയുന്നത് കുട്ടികളുടെ ബർത്ത് ഓർഡറിനനുസരിച്ച് കുട്ടികളുടെ സൈക്കോളജിയിൽ അവരുടെ പെരുമാറ്റത്തിലൊക്കെ മാറ്റം ഉണ്ട് എന്ന് തന്നെയാണ്. ആ മാറ്റം ഉൾക്കൊണ്ട് ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് പാരന്റ്സിന്റെ ഉത്തരവാദിത്ത. അതിലപ്പുറം നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എല്ലാ കുട്ടിയും ഒരുപോലെ അല്ല എന്നുള്ളതും കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ പറയുന്നതോട് കൂടി തന്നെ ആ കുട്ടി ജനിച്ചതിന്റെ അത് പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ അത് തന്നെ പറയാറുണ്ട്, ബർത്ത് ഓർഡർ സൈക്കോളജി പറയാറുണ്ട്. അപ്പോൾ നമ്മള് ആ ടോപ്പിക്കിലേക്ക് പോവല്ല. അപ്പൊ അത് അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് കുട്ടി പാരന്റ്സിനെ അവെയർ ചെയ്ത് കൊടുക്കുക, അത്ര തന്നെ. ഓക്കെ സർ, താങ്ക് യു. നൈസ് സെഷൻ. വെൽക്കം ഓൾവേസ്. ഇന്നലെ കൺക്ലൂഡ് ചെയ്താലോ?
അസ്സലാമു അലൈക്കും.